Dato Kusumakumari. അതെ കുസുമം കുസുമം വിത്ത് കുസുമകുമാരി. അങ്ങനൊരു പുതിയൊരു സ്കീം ഉണ്ടാക്കി. ഇപ്പോഴല്ല, 2005 മുതൽ തുടങ്ങിയതാണ്. അതിന്റെ പേര് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. നമ്മുടെ പഠനം എന്ന് പറയുന്നത് ഇപ്പൊ നടക്കുന്ന രീതിയിലല്ല നടക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പൊ അത് വളരെ ഇൻഫോർമൽ ആയിട്ട് ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇൻഫോർമൽ ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഓൺ ദ ഗ്രൗണ്ട് ഇൻഫോർമൽ ആവില്ല. കാരണം ടീച്ചേഴ്സ് ഒന്നും ട്രെയിൻഡ് അല്ല. സിസ്റ്റം അല്ല, സിസ്റ്റം അലൗഡ് അല്ല. ഇപ്പൊ ഒരു ഏതെങ്കിലും സ്കൂളിൽ നടത്തണം തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഹാപ്പൻ. കാരണം അല്ല, ടീച്ചേഴ്സിന് അറിയില്ല ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ. അറിഞ്ഞാലല്ലേ അത് ഒന്ന് പാരന്റ്സും റെഡി അല്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കുട്ടി നല്ലോണം പഠിക്കണം, മാർക്ക് കിട്ടണം, നല്ല ഫസ്റ്റ് റാങ്ക് എല്ലാ കുട്ടിക്കും കിട്ടണം, പിന്നെ എഞ്ചിനീയറോ ഡോക്ടറോ CAയോ അതിപ്പം ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം. ഞാൻ സൈക്കോതെറാപ്പി കൗൺസിലിംഗ് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ദുബായി പോയപ്പോൾ ഒരു വീട്ടിൽ കുറേ പ്രോബ്ലംസ് ആണ്. ബേസിക്കലി വീട്ടിലെ പ്രോബ്ലം, വൈഫിന് ജോലിയൊന്നുമില്ല, TTC പാസ്സായി, മാരേജ് ചെയ്ത സ്ഥലത്തുന്നത് ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ഇതൊക്കെയാണ് പ്രോബ്ലം. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു സ്കൂൾ തുടങ്ങുകയാണ്. അങ്ങനെയാണ് ആദ്യത്തെ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഒരു സ്കൂൾ തുടങ്ങുന്നത്. ആ കൺസെപ്റ്റാണ് കുറേ കൊല്ലത്തിന് ശേഷം ഇപ്പോൾ ഈ NEP വന്ന സമയത്ത്, ആ ഒരു കൊറോണ വന്ന സമയത്ത് ചെറിയ കുട്ടികളൊക്കെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തിയിട്ട് അവർക്ക് പഠിപ്പിക്കാവുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റാൻ ഒരു ശ്രമം. അങ്ങനെയാണ് ഹൈദരാബാദിൽ 2020 ജനുവരി 26-ാം തീയതി 100 പേരുടെ ഇനീഷ്യേറ്റീവ് ഒരു വലിയൊരു റിസോർട്ടിലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. പിന്നെ ഇപ്പം അടുത്ത് ഞങ്ങൾ ഒരു മാസം മുമ്പ് 4 പുസ്തകം ഇറക്കിയാണ്. A to Z ഓഫ് ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം. 26 ചാപ്റ്റർ. ആദ്യത്തെ ചാപ്റ്ററിൽ എല്ലാം Aയിലാണ്, പിന്നെ Bയിലാണ്. അത് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും പോയിട്ട്, ഇപ്പം ബംഗാളിൽ പോയത് 3-4 സ്കൂൾസിൽ 3 ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് അവിടുത്തെ അംഗൻവാടി ടീച്ചേഴ്സിനെ 1000-ഓളം ടീച്ചേഴ്സിനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പൊ ചെയ്യുന്നത് ഒരു അമേരിക്കൻ യോഗ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവരുടെ കെയർ ഓഫില് ടീച്ചേഴ്സ് ട്രെയിനിങ് വളരെ അവർക്ക് സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അവർക്ക് PhD കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പബ്ലിഷ് ഇപ്പൊ നമ്മൾ ഇതുവരെ എന്റെ എല്ലാ ബുക്സും ഞാൻ സെൽഫാ ചെയ്തു. ഇപ്പോഴും ഒരു സെൽഫ്. ഞാനിപ്പോ പ്രൊഫഷണലി ഇപ്പൊ ഒരു ഷീസ് എൻഗേജിങ് സംബഡി ഫോർ ഇതാണ്. അതല്ലെങ്കിൽ ഇതുവരെ എന്റെ ബുക്സ് എല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വരുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് അഡ്രസ്സിലെല്ലാം അയച്ചു കൊടുക്കും. എല്ലാം ഫ്രീ ആയിട്ട് എത്തും. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ഒരു പബ്ലിഷർ It will be available on Amazon. Oh, I see. But she is taking care of it. Otherwise, ഇതിന് മുമ്പുള്ള എല്ലാ മിക്കവാറും എൻ്റെ ബുക്സ് LIFE ലൈഫ് റിലേറ്റഡ് ആണ്. ലൈഫ് ഓഫ് ലവ്, ലൈഫ് മെഡിസിൻ, റിതം ഓഫ് ലൈഫ്, എല്ലാ കവിതകളും ഒക്കെ മലയാളം ഇംഗ്ലീഷും മലയാളം മിക്കവാറും പ്രിന്റഡ് ഒക്കെ ഇംഗ്ലീഷാണ്. ശരിക്കും പറഞ്ഞാൽ സാറിന് തോന്നുന്നുണ്ടോ ജീവിതത്തിൽ നമ്മൾ ഇത്രമാത്രം അർത്ഥം കൊടുക്കണം? അർത്ഥം നമ്മൾ കൊടുക്കുന്നതല്ലല്ലോ പ്രാധാന്യം. ഇപ്പൊ എന്റെ ജീവിതത്തിന്റെ അർത്ഥം ഞാനല്ല ഡിഫൈൻ ചെയ്യുന്നത്. എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഏന പ്രകാരേണ യസ്യ കസ്യാവി ദേഹിനഃ സന്തോഷം ജനയത്ന തദൈവം ഈശ്വരപൂജനം. ആ ഈശ്വരപൂജയാണ് നമ്മളെ ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതിന്റെ അർത്ഥവും. എന്റെ ജീവിതം വ്യർത്ഥമോ അനർത്ഥമോ എന്തോ ആയിക്കോട്ടെ, അത് തീരുമാനിക്കുന്നത് ഞാനോ എന്നെ അറിയുന്ന 3-4 പേരോ അല്ല. എന്നെ കൊണ്ട് ഉപകാരം കിട്ടിയിട്ടുള്ള ആർക്കെങ്കിലും, അത് ഷോർട്ടല്ല, കുറച്ച് ലോങ്ങർ ആയിട്ടുണ്ടെങ്കിൽ ഉപകാരം കൊടുക്കാൻ പറ്റണമെന്നാണ്. നമ്മൾ പൊതുവെ ചിന്തിക്കില്ലേ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തില് അത് നേടിയെടുത്തില്ല, അല്ലെ ഇത് നഷ്ടപ്പെട്ടു, നമ്മൾ നോക്കിയവര് നമ്മളെ നോക്കിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെ വിഷമിക്കായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിന് യാതൊരു ഈ ജീവിതത്തില് ഞാൻ എൻ്റെ ഒരു ഡെഫിനിഷൻ, കുറെ ബോംബെയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇതേ ഹോട്ടലിൽ MDRT എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, $1 million റൗണ്ട് ടേബിൾ.
$1 million ബിസിനസ് നടത്തുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ ഏജൻസിന്റെ ക്ലാസ്സാണ്. അതിൽ 3000 പേരോട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഒരു സെമിനാർ വന്ന 3000 പേരാണ് ഇന്ത്യയുടെ ഫുൾ ഭാഗത്ത് വരും. അതിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ കുറേ ഫിനാൻസും കാശൊക്കെ ആയിട്ട് അത് മാത്രം വിളിച്ചിട്ട് ബാക്കി ഞാൻ സാധാരണ പറഞ്ഞാൽ തുടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ് കഴിഞ്ഞു. റോൾ, ഗോൾ, വാല്യൂ, 3 കാര്യങ്ങളുടെ ബാലൻസ് ആണ് നമ്മുടെ ലൈഫ്. നമുക്ക് റോൾ, ആ റോൾ എന്തിനാ വേണ്ടത്? ഗാർഹസ്ഥ്യത്തിലാണോ വേണ്ടത്, അല്ല സമൂഹത്തിലേക്കാണോ വേണ്ടത്? നമ്മൾ ഗാർഹസ്ഥ്യം വിട്ട് സമൂഹത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യും. ആ റോള് നമ്മൾ കുറച്ച് ഡയലൂട്ട് ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ മറ്റേ സ്ഥലത്ത് കുറച്ച് പോകും. എന്തായിരുന്നു ഇത് തമ്മിലൊരു ബാലൻസിങ് ആണ്. എൻ്റെ ഗോൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ? നമ്മൾ ചിലപ്പോൾ എൻ്റെ മക്കളെ വലുതാക്കണം, നന്നാക്കണം. അവർക്ക് ഒരു കാലം കഴിഞ്ഞ് നമ്മളെ വേണ്ട, പിന്നെ അവർക്ക് നമ്മളെ കൊണ്ട് ഗുണമൊന്നുമില്ല, നിങ്ങൾ പഠിപ്പിക്കാനേ അധികം ഇൻവോൾവ് ചെയ്യാൻ പോയത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുക. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ശരിക്കും ഒരു മൂല്യം കണ്ടെത്താൻ, എന്താണ് എന്നെ കൊണ്ട് സമൂഹത്തിന് എന്താ ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ റോള് പതുക്കെ മാറും. ഈ റോള് മാറ്റിക്കൊണ്ടേയിരിക്കും, നമ്മൾ ഗോള് മാറ്റിക്കൊണ്ടേയിരിക്കും. ജനിക്കുമ്പോഴോ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ ഗോളൊന്നും വെച്ചിട്ടൊന്നല്ല. നമ്മൾ സാധാരണ എന്താ തന്റെ ഗോള് നമുക്ക് സ്കൂൾ മാഷന്മാർ ചോദിക്കുന്നത്, ആ ഗോള് വെച്ചിട്ടാണ് ജീവിതം നടത്തുന്നത്. അപ്പൊ അതും മാറിക്കൊണ്ടേയിരിക്കും. എന്താ കാരണം? ഈ ഗോളും റോളും വാല്യൂസും തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് നമുക്കൊരു ഒരു നമ്മളെ തന്നെ നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റിയതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇത് 99% ആൾക്കാർക്കും ഇല്ല സത്യമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? അതിന് കാരണം എന്താ വെച്ചാൽ ഈ കാലം കലികാലം. കലവും കാർത്തയുഗം കർമ്മ സദായ കർത്തുമിഷ്ടതി സ്വാമി ദ്രോഹി ഇതമ്മത്വ ഇതരാം പാദതേ കലി. കലികാലത്തിൽ നമ്മൾ ഏത് നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ടായാലും അവരെന്തെങ്കിലും കുറ്റം പറഞ്ഞ് അതിനെതിരെ പ്രൊപ്പഗാൻഡ നടത്താൻ ഇഷ്ടംപോലെ ആൾക്കാർ. കാരണം കലികാലത്തിന്റെ മനസ്സിലാക്കാം. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ വേവലാതിപ്പെടുന്ന കാര്യമില്ല. ആ വേവലാതി ഇല്ലാണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇതേപടി ഞാൻ എന്റെ ഗുരുവിന്റെ അടുത്ത് കുറെ കൊല്ലം മുമ്പ് ചോദിച്ചു പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നത്. ഏത് വിധത്തിലാണോ ഗുരു എന്നോട് പറഞ്ഞത് ഇങ്ങനെ ശാന്തി കണ്ടുള്ളത്, അതേ വിധത്തിലാണ് എനിക്ക് പറയാം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും എനിക്ക് വയനാട്ടിൽ പോയി മാതാമൃതാണ്ടമ്മയുടെ ഒരു പ്രാണപ്രതിഷ്ഠയുണ്ടായിരുന്നു. അവിടെ നിന്ന് സ്വാമിജി ഉണ്ട്, അദ്ദേഹം സ്നോമോ. അവിടെ ഈ ആദിവാസികളുടെ അവരുടെ നൃത്തവും അതും ഇതൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ പറയാം, അമ്മേ ഇവരിവിടെ ഇന്ദിരാഗാന്ധി മുഴുവൻ വയനാട് തന്നെ ആദിവാസി ക്ഷേത്രം, ഇവിടെ ഉള്ളവരൊക്കെ ആദിവാസികളാണ്, ഏത് ജാതിയായി. അങ്ങനെ കുറേ പൈസയും പമ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെ പള്ളത്തിലേക്ക് വിടാൻ ശ്രമിക്കും. 6-7 ക്ലാസ് തലമുടി ഇങ്ങനെ വെച്ചിട്ട് ഇതിലൊരു കമ്മൽ ഇങ്ങനെ തൂക്കിയിട്ട് എപ്പോഴും ഒരു കറുത്ത സൂത്രം വായിൽ ഇങ്ങനെയുള്ള ഒരു പുഴയുടെ തീർത്ത് ഇങ്ങനെ കുറേ പേര് കുളിച്ചിലായി. അന്നാണ് എനിക്ക് ശരിക്കും തോന്നിയത്, നമ്മളിവരെ പല്ല് തേപ്പിക്കാൻ പോകുന്നു, കുളിപ്പിക്കാൻ പോകുന്നു. പക്ഷേ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് എനിക്ക് തോന്നി അവർക്കൊരു അറിവ് ഈ ലോകത്തിലില്ല. ഞാൻ അയച്ചത് ഉണ്ടോ? ഞാൻ സ്വാമിജിയോട് ചോദിച്ചു, എൻ്റെ ഐ വാസ് ഇൻ early 50s. ഞാൻ പറഞ്ഞു, സ്വാമിജി ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. പണ്ടൊരു സിനിമയാനന്ദൻ്റെ ഡിസ്കോഴ്സ് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടു എല്ലാ ഉപനിഷത്തും വാങ്ങിക്കുന്നത്. അദ്ദേഹത്തെ സൈൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് ഒരു നോവലും വായിച്ചിട്ട് 1 മണി വരെ വേദം പഠിച്ചു കൊടുക്കും. പിന്നെ കുറേ അപ്പോൾ എൻ്റെ അമ്മാവും പറയുമായിരുന്നു, പോലീസിലായിരുന്നെങ്കിൽ ഗീത എപ്പോഴും പോക്കറ്റിൽ. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു കുറേ അടി കിട്ടില്ല. അപ്പോൾ പറയും, നീ സ്വാമി വിവേകാനന്ദൻ, നീ ഇവിടെ അടി വാങ്ങിക്കേണ്ട കാര്യമില്ല, ഇന്ത്യ 1780. അപ്പം ഇങ്ങനെ വായിച്ച് ആകെ അങ്ങ് കൺഫ്യൂസായി. ഇവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർക്കൊരു സങ്കടവും ഇല്ല, ഇവർക്ക് ലോകം എന്താണെന്നും അറിയണ്ട, എത്ര ഭൂഖണ്ഡം ഉണ്ടെന്നും അറിയില്ല. അൾട്ടിമേറ്റ്ലി വാട്ട് യു വാണ്ട് അതവർക്കുണ്ട്. അല്ല എനിക്ക് വട്ടാണോ ഇത് ഷെയ്ക്കാൻ കൊടുക്കാൻ കാരണം പാലക്കാട് സൈലന്റ് വാലിയുടെ കുറേ ഉള്ളിൽ ഭാഗത്ത് ഒരു പ്രാവശ്യം സായിബാബയുടെ ഗ്രൂപ്പ് വാട്ടർ ടാങ്ക് കെട്ടി കൊടുത്തിട്ടുണ്ട്. ആദിവാസികളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി കോൺക്രീറ്റ് ഹൗസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി എത്തിച്ചിട്ടുണ്ട്.
അപ്പൊ ഇത് ഉണ്ടെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചതാണ്. നമ്മൾ അടുത്ത ആഴ്ച നിങ്ങൾ ഈ ചെയ്ത സ്ഥലത്തൊന്ന് കാണും. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. തടി പൊടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പോവാന്ന്. അല്ല, അത് കുറെ ഉള്ളു. ഞങ്ങൾ ഏത് സ്ഥലത്തും ഞാൻ യാത്ര ചെയ്യാൻ തയ്യാറാണ്. കാരണം ഞാൻ വളർന്നതും ജനിച്ചതൊക്കെ മലബാറിലാണ്. എൻ്റെ അച്ഛൻ കൃഷിക്കാരനാണ്. ഏത് മലയും ഏത് മരവും കയറാൻ ഇപ്പോഴും ചെയ്യുന്നതാണ്. ഈ പിള്ളേരൊക്കെ വന്നാൽ ഞാൻ തെങ്ങുമ കയറുന്ന വിശ്വസിക്കില്ല. അപ്പ കയറും, എന്നിട്ട് കാണിച്ചു കൊടുക്കും. ഒരു കൗങ്ങിൽ നിന്ന് മറ്റേ കൗങ്ങിലേക്ക് ചാടും, അത് ചാടും. അതൊക്കെ എന്റെ യൂട്യൂബിൽ ഇപ്പോഴും കാണാം. അതൊക്കെ ഞാൻ അവിടുന്ന് ചാടി 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 ഞാൻ ചെയ്തു. ഞാൻ മനോരമന്റെ ഇന്റർവ്യൂവിന് വന്ന സമയത്ത് ഞാനിത് പറഞ്ഞ സമയത്ത് ഐ വാണ്ട് എ പിക്ചർ യു ക്ലൈംബ് ഓൺ. അതിന്റെ മുകളിൽ കയറിയിട്ട് അവർ പടം എടുത്തിട്ട് മനോരമയിൽ ഒരു സൺഡേ സപ്ലിമെന്റ് ഫുൾ ഞാൻ തെങ്ങ് കയറുന്ന പടത്തിലാണ് പബ്ലിഷ് ചെയ്തത്. ഞാൻ പറഞ്ഞു അടുത്താഴ്ച പോകും. അവർക്കാകെ ഭയമായി. കാരണം അവരത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ നീ കാണണം, നിർബന്ധമായിട്ടും കാണണം. എൻ്റെ ബ്രദർ ഫോറസ്റ്റിന്റെ ചീഫായിട്ട് റിട്ടയർഡാണ് കേരളത്തിൽ. അയാളോട് ഞാൻ സൈലന്റ് വാലി പോകുന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞു അത് ചിലവാണ്. ഉള്ളിലെത്തി നോക്കിയപ്പോൾ കോൺക്രീറ്റ് വീട്ടിന്റെ ജനല്, കട്ടില്, പാടികൾ എല്ലാം പൊളിച്ചവർ പറയാം. അവരുടെ ആവശ്യം എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒന്നുകൂടാണ്ട് ഉള്ള പെൺകുട്ടികളുണ്ട്, അവിടെ ഇങ്ങനെ നടക്കേണ്ട ആ സമയത്ത് അവരുടെ ഭാഷയിൽ തന്നെ പറയാം. അപ്പൊ കുറച്ചാ ഭാഷ ഈ വീട് എന്തിനാന്ന് ചോദിച്ചു. ആന വരുമ്പോ ഇത് വീട് എന്ന് പറഞ്ഞാൽ ഇതെന്തിനാന്ന് ചോദിച്ചു. കാണാൻ ആന വരുമ്പോ മുകളിൽ കയറി ആന പിടിക്കൂല. അപ്പൊ അവരുടെ വീട്ടിന്റെ ആഗ്രഹം എന്താ, ആവശ്യം എന്താണ്, അതിന്റെ മുകളിൽ കയറി. അപ്പൊ അവിടെ പൈപ്പിൽ വെള്ളമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പൈപ്പ് ലീക്കായിട്ട് പോകില്ല. ആ ടാപ്പ് ഒന്ന് പിന്നെ റീപ്ലേസ് ചെയ്ത് ഞങ്ങൾ പൈപ്പിൽ വെള്ളം പോകില്ല, അത് അടച്ചൂടെ വെച്ചു. അപ്പൊ ആടെ തോന വെള്ളം പോകില്ല, പുഴയിൽ ഫുൾ വെള്ളം പോണില്ല. നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? ഫിലോസഫി മനസ്സിലായി. ഇന്നലെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ പറയാം, നമ്മൾ ഈ ഫിൽറ്ററിൽ വെള്ളം കുടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് തൊണ്ട വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കുടിച്ചിട്ട് എത്രയോ അസുഖമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഞാനൊക്കെ ശരിക്കും ഗ്രാമത്തിലാണ്. കൃഷിയും തോട്ടിലെ വെള്ളം കുടിച്ചിട്ടും പണിയെടുത്തിട്ടും ഒക്കെ ജീവിച്ചതാണ്. ഇതൊക്കെ നമ്മൾ സൊഫിസ്റ്റിക്കേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളെ തന്നെ നമ്മൾ സൊഫിസ്റ്റിക്കേറ്റ് ലൈഫ്. അതാണ് എൻ്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നുള്ള ബുക്കിൽ. ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്നുള്ള ബുക്കിൽ അകവും നാരായണൻ സാർ എൻ്റെ നല്ലൊരു അവതാരിക നമ്മൾ ബേസിക്കലി സിമ്പിളാണ്. നമ്മളിങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുവാണ് വിദ്യാഭ്യാസം ചെയ്ത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വിഷയമാണ്. അവര് ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് വേണ്ടത് എന്താണ്? 2 നേരത്തെ ഭക്ഷണം. ഈ മാറുമറക്കലും നഗ്നത മറക്കലും ഒക്കെ ഇപ്പോൾ ഉണ്ടായതാണ്, അതിന് മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ ഒരു സബ്ജക്റ്റ് സോഷ്യോളജിയാണ്. അപ്പം അങ്ങനെ ജീവിച്ചൊരു കാലമാണ്. പിന്നെ ആഹാര, നിദ്ര, വൈഫനം, അത് കോമൺ മനുഷ്യനും ഏത് ജീവിക്കും, ജീവനുള്ളതിന്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും, ഇൻബിൽറ്റ് ആയിട്ടുള്ളത് അതുണ്ടാവും. അപ്പം കുട്ടികളുണ്ടാവും, ഉറങ്ങുന്നുണ്ടാവും. ഇഫ് ദേ ആർ ഹാപ്പി, പിന്നെ നമ്മൾ എന്തിനാ അവരെ മോഡേണൈസ് ചെയ്യുന്നത്? എൻ്റെ ഒരു ആന്ത്രോപോളജി എന്ന് പറയുന്ന സബ്ജക്ട് എങ്ങനെയാണ് ബേസിക്കലി മനുഷ്യന്മാർ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു പേപ്പർ ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ആന്ത്രോപോളജി എന്ന് പറയുന്നത് വളരെ ഗ്രാജുവലായിട്ട് മനുഷ്യന്മാരിൽ മാറ്റം വരുത്താണ്. നമ്മൾ ചെയ്യുന്നത് അത് ഈ ഫോറസ്റ്റ് പോലെ. ഫോറസ്റ്റിൽ ആരും ഒന്നും നടുന്നതല്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന് അങ്ങനെ വരുന്നൊരു ജലത്തെ നമ്മൾ പ്ലാന്റേഷൻസ് ആക്കിയിട്ട് തരംതിരിച്ച് ബിസിനസ് രൂപത്തിലേക്ക് മാറ്റുന്നത്. അതുപോലെയാണ് ഈ മനുഷ്യരെന്ന വ്യക്തികളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി നട്ട് അവരിൽ നിന്ന് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, എങ്ങനെ പ്രോഡക്ട്സ് ഉണ്ടാക്കാം. ഞാനത് പറഞ്ഞത് നാച്ചുറൽ വൈൽഡ് ഫോറസ്റ്റ് ടു എ പ്ലാന്റേഷൻ ഈസ് വാട്ട് വി ആർ ഡൂയിങ് വിത്ത് ഓൾ ദീസ് പീപ്പിൾ ഹു ആർ ടു. ഈ ട്രൈബൽസിനൊക്കെ നമ്മൾ പിടിച്ച് അവിടുന്ന് മാറ്റി പിടിച്ച് പറിച്ച് നട്ടിട്ട് അവിടെ നടുക. എന്തിന്? അവിടെ നല്ലോണം വളർത്താൻ. എന്തിനാ? അതുകൊണ്ട് എനിക്ക് വല്ല ബെനിഫിറ്റും കിട്ടും? അവർക്കും ഇല്ല. കാരണം നോ പ്ലാന്റേഷൻ ഗിവ്സ് എ ബ്യൂട്ടിഫുൾ. നമുക്ക് നടക്കുമ്പോൾ ഒരു സുഖം കിട്ടുമല്ലോ. അത് ഫോറസ്റ്റിലേക്ക് കിട്ടുള്ളൂ, പ്ലാന്റേഷന് കിട്ടുമോ? പ്ലാന്റേഷന്റെ അകത്ത് പോയിട്ട് നല്ല റബ്ബർ എസ്റ്റേറ്റിൽ പോയിട്ട് എന്ത് സുഖമാണ് ഇരിക്കാൻ ആരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഇല്ല,
അത് ടീക്കിന്റെ ഫോറസ്റ്റ് പോയാലും ഉണ്ടാവില്ല. ഏത് മരമെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ആൾക്കാരെ കൊണ്ട് നടത്തിയാലും അത് പ്ലാന്റേഷൻ ആണെങ്കിൽ ആക്ച്വലി ബോറിംഗ് ആണ്. അപ്പൊ നമ്മളൊക്കെ റീപ്ലാന്റ് ചെയ്യണം. എന്തിനു വേണ്ടി? ഓരോ അതാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്ന എന്റെ ഗ്രാൻഡ് മാ ചൈൽഡ് കെയറിലുള്ള എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ പിള്ളേരെ, ആ പിള്ളേരൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ എല്ലാ 3 വയസ്സുള്ളവരും ഒരു റൂമിൽ, 4 വയസ്സുള്ളവരും വേറെ റൂമിൽ, അങ്ങനെ ആക്കാറില്ലല്ലോ. അവരൊക്കെ മിക്സ് ചെയ്തിട്ടല്ലേ അവർ കുറെ എൻജോയ് ചെയ്യാം. സ്കൂളിൽ എത്തുമ്പോഴോ അവരൊക്കെ നമ്മളൊരു, ഞാൻ ഈ ടീച്ചേഴ്സിന് ക്ലാസ്സിൽ പോയി ചോദിക്കാറുള്ളത്, സ്കൂളിൽ ഒരു കുട്ടി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്കൂൾ, അതും ഇന്നുള്ള റിയാലിറ്റിയുള്ള സ്കൂളും ഒന്ന് പാരലായിട്ടൊന്ന് എഴുതി നോക്കിയാൽ അവർക്ക് വേണ്ട ഒന്നും സ്കൂളിലില്ല. ഇപ്പൊ ഇന്ന് പോയ സ്കൂളിലും ഞാൻ ഇന്നലെ എല്ലാ ഗവൺമെന്റ് സ്കൂൾസും ദേ ആർ ഫോർ ടീച്ചേഴ്സ്, കാരണം അവർക്ക് സാലറി കിട്ടും. പ്രൈവറ്റ് സ്കൂൾസ് ആർ ഫോർ പാരന്റ്സ്. സ്റ്റുഡൻസ് ഇൻ സ്കൂൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്കൂളിൽ അതില്ലല്ലോ. അറ്റ്ലീസ്റ്റ് അത് ഒരു 4ാം ക്ലാസ് വരെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവരുടെ എൻജോയ്മെന്റ്, അവരുടെ ഫ്രീഡം, വാട്ട് ദേ വാണ്ട് ലെറ്റ്. അതുപോലെ ഓരോ ട്രൈബൽസും ഗ്രാജുവലി മാറിയിട്ട് ആന്ത്രോപോളജിക്കലി സോഷ്യോളജിക്കലി ദേ ചേഞ്ച്. അതൊരു ടൈം ഫാക്ടറായിട്ട് മാറണം. ഇപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. ആന്ധ്രയിലെ ഹൈദരാബാദിലൊക്കെ ഗവൺമെന്റ് ചെയ്തത് എല്ലാ ആദിവാസികൾക്കും 25,000 രൂപയും 1 ഏക്കർ സ്ഥലം പാർട്ടീഷൻ ചെയ്തിട്ട് നിങ്ങൾ റബ്ബറോ എന്താ വെച്ച് പ്ലാൻ ചെയ്തിട്ട് ജീവിച്ചോളാം. ശരിക്കും ആദിവാസികളുടെ ജീവിതം എന്ന് പറയുന്നത് ആ ഫോറസ്റ്റുമായിട്ട് നാച്ചുറലായിട്ട് ജീവിച്ച് തുടങ്ങുന്നത്. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? 2 കോടി രൂപയുടെ ഒരു അപ്പാർട്ട്മെന്റ് വെക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഗ്രീനറിയും ഒക്കെ വെച്ചിട്ട് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ നാച്ചുറലോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കോടികൾ ചെലവഴിക്കും. ഇംബാലൻസ്ഡ് വേൾഡ് ആണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം വളരെ ഗ്രീഡിയാണ്. നമ്മുടെ ഇന്നത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഞാൻ സാധാരണ പറയുന്നത് സത്യയുഗത്തിലെ ജനങ്ങളൊക്കെ പ്രകൃതിയായിട്ട് കൂടെ ജീവിച്ചിരുന്നു പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ ത്രേതായുഗം വന്ന സമയത്ത് 2 ഡിവിഷൻസ്, അത് ഒന്ന് വളരെ ധാർമ്മികമായിട്ടുള്ള രാമന്റെ ഡിവിഷനും അധാർമികമായിട്ടുള്ള രാവണന്റെ ഡിവിഷനും. അതിന്റെ 2 കമ്മ്യൂണിറ്റി ഡിഫറെന്റ് രാജ്യങ്ങളിലായിരുന്നു. ഒരേ രാജ്യത്തുമല്ല ആ കവി ഉണ്ടാക്കിയെടുത്തത്. ഇന്ത്യയിൽ തന്നെ 2 പാർട്ടാക്കിയിട്ട് അവർ ചെയ്തിട്ടില്ല. 2 ഡിഫറെന്റ് രാജ്യങ്ങളിലാണ്. മെന്റൽ തലാണ്. നേച്ചർ ആൻഡ് ഭഗവത് രാമായണം എന്ന് പറഞ്ഞിട്ട് ക്ലാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവത്ഗീതയുടെ കാലം വരുമ്പോഴത്തേക്കും ഒരേ കുടുംബത്തിൽ അന്യോന്യടിയായി. ഇന്ന് കലികാലത്തില് ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ തന്നെ. ഈ പറയുന്ന ഈ തോന്നലുകളെങ്കിലും നമുക്കുള്ളത് നമ്മളിൽ കുറച്ച് സത്യവുള്ളതാണ്. പക്ഷെ നമ്മളെക്കാളും കൂടുതലുള്ളത് ആരും ഇല്ലാണ്ടെന്ന് പറഞ്ഞാലും ആ ആൾക്കാർ, ഈ ആൾക്കാർ, ആ ബന്ധുവില്ലാത്തത്, ഈ ബന്ധുവില്ലാത്തത്, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോരാൾ നമ്മൾ നാട്ടിൽ പോയിട്ട് അമേരിക്കയിൽ അമേരിക്കനാണ്, ഇയാള് പിന്നെ ബ്രിട്ടീഷുകാരനാണ്, മറ്റേ ആള് ആഫ്രിക്കക്കാരനെന്ന് പറയാത്ത ഒരാളുണ്ടാവില്ല. ആ ഒരു ചിന്ത നമ്മുടെ ഈ രാമരാവണ ചിന്ത നമ്മളിലുണ്ടാകും. അന്യോന്യം കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു അസ്വാരസ്യം വരുന്നത് നമ്മളൊരു കുറച്ച് ദ്വാപരയുഗത്തിന്റെ ഒരു കണ്ടന്റ്. നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധിയും മനസ്സും തമ്മിൽ അടിപിടി കൂടുമ്പോൾ നമ്മൾ ഈ കലികാലത്തിലായി. ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് പോകുന്നൊരു ജന്മമാണ്. അതിൽ നമുക്ക് എത്രത്തോളം നല്ല ആൾക്കാരെ കണ്ട് കുറച്ചെങ്കിലും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് സാധാരണ ഈ മക്കളോട് പറയാനുള്ളത്. ആ കൺസേണെങ്കിലും ബാക്കി ഉണ്ടായിട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ, അതുപോലും കുറച്ച് കാലം കഴിഞ്ഞില്ല. ആ ചോദ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് കലിയുടെ പ്രഭാവം ഭാഗവതത്തിൽ നല്ലപോലെ എല്ലാത്തിലും അത് എന്തായാലും വരും, അങ്ങനെ ഒരു കാലം വരും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ സത്യയുഗത്തിലേക്ക് പോകും. ഇത് കഴിഞ്ഞ സത്യയുഗത്തിലേക്ക് പോകാൻ മാർഗുള്ളൂ. പക്ഷെ അത്ര കൊല്ലം വേണം. നമ്മുടെ കാലം കലിയുഗമാണ് ഏറ്റവും കുറവെന്നാ പറയുന്നത്. കലിയുഗാണ് 4,32,000. അതിന്റെ ഡബിളാണ് ദ്വാപരം. അതിന്റെ 3 ടൈമാണ് ത്രേതായുഗം. അതിന്റെ 4 ടൈമാണ് സത്യയുഗം. 4, 3, 7, 2, 9, 1, 10. 10 ടൈംസ് കലിയുഗാണ് ഒരു മഹായുഗം. അങ്ങനെ ഒരു മഹായുഗം ഹാഫ് ഡേ ഓഫ് ബ്രഹ്മ. അങ്ങനെ ഒരു ഫുൾ ഡേ ആവുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 2, മൾട്ടിപ്ലൈഡ് ബൈ 365, മൾട്ടിപ്ലൈഡ് ബൈ 120 years. അതാണ് ഒരു മന്വന്തരം. അങ്ങനെ 27 മന്വന്തരങ്ങൾ കഴിഞ്ഞു. അത് കണക്ക് കൂട്ടിയാൽ ഏകദേശം 194 crores of years വരും.
ഇന്നിപ്പോൾ ഓർമ്മിച്ചതായി മറ്റന്നാളെ ടോപ്പിൽ എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. 71-79 മഹായുഗം 27 മന്വന്തരങ്ങൾ 27 മന്വന്തരങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞത്. അതാണ് നമ്മുടെ ഈ പൂജാ സമയത്ത് സപ്തപദ മന്വന്തരി കലികാലി പ്രഥമപാത എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്നത്. ഈ 27 സപ്തപദ മന്വന്തരി 27 മന്വന്തരങ്ങൾ അതിനകത്ത് വരും. പിന്നെ നേരത്തെ പറഞ്ഞില്ല ആഹാര നിദ്ര ഭയ മൈഥുനാനി, അവിടെ മനുഷ്യന്മാർക്ക് നിൽക്കില്ല, അത് മൃഗങ്ങൾക്കേ ഉള്ളൂ. ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേഭിഹീനം പശുഭിസ്സ. അത് കുറച്ച് അധികമാണ് ഇപ്പൊ മനുഷ്യൻ, അതാണ് കുഴപ്പം. അത് സമത്തിലാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവിടെ കുറച്ചധികം അല്ലാണ്ട് അത് ആഹാരമുണ്ട്, നിദ്രയുണ്ട്, ഭയമുണ്ട്, മൈഥുനവും. അതെപ്പോ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ കുറച്ചെങ്കിലും നല്ലവരായിരിക്കും. ഈ വേണ്ടാന്നല്ല, എല്ലാവർക്കും വേണം. കുറേ അധികം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഓരോരാളുടെ ആക്ടിവിറ്റി അനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് ഒന്നിന് മാത്രമായിട്ട് നമുക്ക് ശക്തി കൂടുതൽ കിട്ടില്ല, എല്ലാത്തിനും കൂടിയ ശക്തി കിട്ടും. അറിയാം, രാമന് ഞങ്ങൾക്ക് കൂടെ കുറെ കാലം വീട്ടിൽ വന്ന് താമസിക്കും. അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്ടറായിരുന്നു. അദ്ദേഹം അവിടെ എന്റെ ബുക്കും രാമന്റെ പ്രഭാഷണങ്ങളും ബുക്കുകളും ഒക്കെ ഞങ്ങൾ കൂടെ ഒരേ പബ്ലിഷർ, ഇൻഡോളജിക്കൽ പബ്ലിഷർ ആയിരുന്നു ആദ്യം പബ്ലിഷ് ചെയ്തത് കോഴിക്കോട്. അങ്ങനെ കുറച്ച് ബുക്ക് അവൈലബിൾ ആണ്. അവിടെയാണ് ഞാൻ ഈ എൻ്റെ ദേവിയെ കുറിച്ചുള്ള കുറച്ച് ബുക്കുകൾ ഒക്കെ ഞങ്ങൾ കൂടെ പബ്ലിഷ് ചെയ്തത്. ആ സമയത്ത് കോഴിക്കോടാണ് ഞാൻ ആക്റ്റീവ്. യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു 2 വർഷം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ രാമനെ ഞാനൊക്കെ അദ്ദേഹം മഹാപണ്ഡിതൻ. വീട്ടിൽ വന്നാൽ ഞാനിങ്ങനെ കുറച്ചുപേരെ വിളിക്കും. ഞാൻ കുറേ സത്സംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറെ അവരുടെയൊക്കെ കൂടെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഭാഗ്യം എന്ന് പറയുന്നത് ഈ അവരെയൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു കൂടെ ജീവിക്കുക. സച്ചിദാനന്ദപുരി സ്വാമി യൂണിവേഴ്സിറ്റിയില് സനാതന ധർമ്മ ചെയർ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് കുറെ ട്രൈ ചെയ്ത് കിട്ടാത്തപ്പോഴാണ് ഞാൻ അവിടെ ഡയറക്ടർ. അപ്പൊ അന്ന് വൈസ് ചാൻസലർ ഞാനും ആണ് മിക്കവാറും കമ്മിറ്റികളൊക്കെ തീരുമാനിക്കുന്നത്. ഒട്ടനെ സാങ്ഷൻ ആക്കി. അത് കഴിഞ്ഞ് എല്ലാ തെസ്റ്റിലും ചിദാനന്ദപുരി സ്വാമി ക്ലാസ് എടുക്കാൻ വരും. അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത ദിവസം മാനേജ് ചെയ്ത് കളയും. അപ്പൊ ബാക്കി എവിടെ നിർത്തിയോ അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കാം. അങ്ങനെയാണ് യാത്രയോട് യാത്ര, ഫുൾ ടൈം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കുറെ പ്രഭാഷണം. അടുത്ത കാലത്ത് ഞാൻ ഇപ്പോൾ കണ്ടത് ഒരു ഹിന്ദു മഹാസമ്മേളനം ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ സ്വാമി ഞാനും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ സീറ്റ് 2ഉം സ്വാമിയുടെ 4ഉമാണ്. വിചാരിച്ചു ആരെങ്കിലും വന്നൊന്ന് കയറി മാറ്റണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആരും ഇരിക്കാൻ വന്ന സമയത്ത് അയാൾ പറഞ്ഞു മാറ്റത്തിലൊക്കെ നേരെ എൻ്റെ അടുത്ത് ഞങ്ങൾ ഫുൾ. അപ്പൊ എന്റെ ഉറക്കത്തില്ലാണ്ടായില്ലേ രാത്രി ഉറങ്ങേണ്ട അദ്ദേഹം മാത്രം. ഞങ്ങൾ അങ്ങനെ അടുത്ത ബന്ധം കോഴിക്കോടായതുകൊണ്ട് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയും കണ്ടു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നതാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതേപോലെ നാരായണ തപോവന സ്വാമികൾ, ഏറ്റവും നല്ല പ്രഭാഷകൻ കേരളത്തിൽ 2 പേരാണ്, ചിദാനന്ദപുരി, നാരായണ തപോവന സ്വാമി. അദ്ദേഹം ഡൽഹിയിൽ വരുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടാവും. തലശ്ശേരി ഭാഗത്ത് അതെ അതെ ഉണ്ട്. പക്ഷെ ഞാൻ അത്ര കോണ്ടാക്ട് രാമേട്ടനോട് പോയി കണ്ടുവന്നിട്ട് പ്രത്യേക തരത്തിലുള്ള ഏതൊരു പ്രഭാഷണത്തിൽ പ്രാണായാമമാണത്. ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാം. കുട്ടികളെ 3 വയസ്സായ മാറ്റും അമ്മയുടെ അടുത്ത്. അവരുടെ ഇംഗ്ലീഷിലൊരു ബുക്കുണ്ട്, എനിക്കൊരാള് തന്നിരുന്നത്, മനസ്സിലായില്ല. ഈ ചില കൺസെപ്റ്റുകൾ വളരെ അറിയില്ല, അത്രയൊരു ചിലപ്പോൾ നമ്മൾ ഈ സോഷ്യൽ ലൈഫിൽ നിന്നൊക്കെ അങ്ങനെ പോയതുകൊണ്ടിരിക്കും. ആ ഗ്രൂപ്പിൽ പഠിക്കണം. ഞാൻ ഈ ശാന്തിഗിരി ആശ്രമത്തിന്റെ അഡ്വൈസറി ബോർഡിലുണ്ട്. അവിടെ എത്ര പ്രാവശ്യം പോയാലും എനിക്ക് മനസ്സിലാവില്ല ഇപ്പോഴും എങ്ങനെയാണ് ഈ കൺസെപ്റ്റുകളൊക്കെ അവിടെ കൊണ്ടുപോകുന്നത്. ഇപ്പോഴും സ്വാമി അവിടെ വരും, ഭക്ഷണം കഴിക്കും, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. ഞാൻ മരിച്ചിട്ട് കുറെ കാലം. രാജീവ് അഞ്ചൽ എന്ന് പറയുന്ന സിനിമക്കാരൻ ഇപ്പൊ അടുത്ത് ഞാൻ അവിടെ പറയും. ചില കോൺഫറൻസുകൾക്കൊക്കെ അവരെന്നെ വിളിക്കും, ഞാനവിടെ പോകും, പറയാമെന്ന് പറഞ്ഞിട്ട്. അടുത്ത കാലത്തുണ്ട് പീസ് കോൺഫറൻസ് അറേഞ്ച് ചെയ്ത് ഇടക്കിടക്ക് പോകാറുണ്ട്. അവിടെ സിദ്ധ വൈദ്യുണ്ട്. ഈ വടകര സിദ്ധവേദം എന്നാണ് അവരുടെ ബുക്ക്. ഇംഗ്ലീഷിൽ വരുന്ന ഒരാൾ. അയാൾ അവിടെ പോയി 4-5 ദിവസം അവിടെ താമസിച്ചു.
കുറേ ഗ്രൂപ്പുകളുണ്ട്. എല്ലാവരുടെയും ചിന്തകൾ ഒരേ നിരക്ക് പോകണമെന്നില്ല. ഇപ്പൊ സ്വീറ്റ് തന്നെ എല്ലാ കണ്ടന്റ് ഒന്നാണെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടാകും. ആദ്യം ഏതാ ചൂടാക്കുന്നതനുസരിച്ചിട്ടാണ് സ്വീറ്റിന്റെ ടേസ്റ്റ് മാറുന്നത്. നെയ്യാണോ, ഏത് ധാന്യമാണോ, ഏത് മധുരമാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് സ്വീറ്റ് മാറും. ഒരു നിസർഗദത്തനം രാജനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതും വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു അന്ന് ICS ഒരു ബൾസേക്കർ, പോയിന്റേഴ്സ് ഓഫ് ബൾസേക്കർ, ഐ ആം ദാറ്റ്, നെക്ടാർ ഓഫ് ദ ലോട്ടസ് ട്രീ. ഒന്നും മനസ്സിലായില്ല. യു ഹാവ് ടു ഗോ ബിയോണ്ട് ദ കോൺഷ്യസ്നസ് എന്നൊക്കെ പറഞ്ഞു. രണ്ടുപേരൊക്കെ വായിച്ചു. ഈ സുമാറായിക്കോട്ടെ പ്രഭാഷണം പോലെയാണ്. എന്താ പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റാത്തപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ അതിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു 20 വയസ്സുള്ള ഒരു കനേഡിയൻ പയ്യൻ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നത് ഈ വെളിയിലുള്ളവരാണ്. അവരോട് ഇദ്ദേഹം പറയുന്നതാണ് അവർ എഴുതിയെടുത്തിട്ട് പോവാ. അപ്പൊ ആ പയ്യൻ വന്നിട്ട് എന്തോ ക്രൈസ്റ്റിനെ കുറിച്ചും എന്തോ അങ്ങനെ ചോദിച്ചതാണ്. ഇദ്ദേഹം ഒരു സെന്റൻസിൽ അതിന് ഉത്തരം പറഞ്ഞു. ആ പയ്യന്റെ ഡൗട്ട് ഈ വാസ് എ ട്രൂ സീക്കർ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നിട്ട് ഈ പയ്യൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഒരു സെന്റൻസേ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ അതെന്താണ്. അതാണ് ഐ ഗോട്ട് ഇറ്റ്. എന്നിട്ട് അയാൾ എണീറ്റ് പോയി. സ്വാമി പറഞ്ഞു ഐ ഗോട്ട് ഇറ്റ്. നമുക്കൊന്ന് നമ്മളെ വാട്ട് ഈസ് ദാറ്റ് മൂവി ബെറ്റർ? അമേരിക്കൻ ഹിപ്പീസ് മേഡ് ചെപ്പാക്ക്. കാണാൻ പറ്റുന്നത് ചെപ്പാക്ക് എന്നൊരു മൂവി. ചെപ്പാക്ക്. അത് കോയമ്പത്തൂർ ഒരു സ്വാമിയൊക്കെ അതിനകത്ത് ആക്ട് ചെയ്തു. ഇന്ത്യനായിട്ടായാലും ഈ സ്വാമിമാരൊക്കെ നമ്മൾ 1970s സ്വാമിമാർ പോയിട്ട് അവിടുത്തെ ആ സമയത്ത് എല്ലാവരും കഞ്ചാവ് അടിച്ചിട്ട് ഹിപ്പി വേഷത്തിൽ നടക്കുന്നതാണ്. ബോംബെയിൽ ഒരുപാടുണ്ടായിരുന്നു കൊളാബയില് അവരെ 70s. അത്തരം ആൾക്കാരെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പൊ അവർ കുറെ കഥകളൊക്കെ പറയും. ഇന്ത്യയിലുള്ള കുറെ കഥകളൊക്കെ പറഞ്ഞപ്പോ അവര് കാലും മുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അപ്പൊ അതില് എങ്ങനെ സംബന്ധിച്ച അപ്പൊ അതിനകത്ത് പറയും ആ തെയ്യത്തിന്റെ കൺസെപ്റ്റ് ഒക്കെ പറയും. ഇതൊന്നും ഈ അമേരിക്കക്കാർക്കൊന്നും കാണാത്തൊരു സംഭവത്തിനെ വിഷ്വലൈസ് ചെയ്യാൻ പോലും പറ്റില്ല. ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഒന്നുമില്ല. അപ്പൊ അവര് രാത്രി കിടക്കുമ്പോഴൊക്കെ ഇതിൽ എന്തൊക്കെയോ തോന്നലുണ്ടാവും. അവരുടെ ധാരണ ഇതാണ് സ്പിരിച്വാലിറ്റി. ഇപ്പൊ ഞാൻ സാധാരണ പറയാൻ പ്രാണായാമം പഠിപ്പിക്കുമ്പോഴേ ക്ലോസ് യുവർ ഐസ്, ടേക്ക് ബ്രത്ത് ഇൻസൈഡ്, ഹോൾഡ് ഇറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ആർ യു സീയിങ് വയലറ്റ് ടിങ്ക്ലിംഗ് സ്റ്റാർസ്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ഞാൻ പറഞ്ഞു ഈ നമ്മൾ ശ്വസിക്കുമ്പോൾ പിടിച്ചു വെക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചു വെച്ചാൽ നല്ല ഓപ്പിയം അടിക്കുന്ന ഹാലൂസിനേഷൻ വരും. ഈ നല്ലോണം കഞ്ചാവ് അടിച്ചിട്ടോ കള്ളടിച്ചിട്ടോ കിട്ടുന്നതാണ് സ്പിരിച്വാലിറ്റി എന്നാണ് അവരുടെ ധാരണ. ആ ഒരു സുഖം അനുഭവിച്ചതാണ് പലരെയും ഇതിനകത്തേക്ക് മാറിയത്. അപ്പൊ അവരുടെ കൺസെപ്റ്റിൽ ഇല്ലാത്തൊരു സംഭവം ഐ ഗോട്ട് ഇറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സമയത്ത് ഇവന്റെ മനസ്സിൽ അണ്ടർസ്റ്റുഡ് അതാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെയാണ് കുറെ പേര്. അതുകൊണ്ട് പല സ്വാമിമാരും ആ കാലത്ത് ഏതെങ്കിലും ഒരു ഫോർമുല വന്നിട്ടുണ്ടാവും, അയാൾ കുറച്ചെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ അയാളുടെ ഇന്റർപ്രിട്ടേഷൻ ഇതിനെ കൂടെ പെരുപ്പിച്ചു കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ശരിക്കും ഭാരതത്തില് ഇപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിൽ ആരും ഹാപ്പി അല്ല. കാരണം ഇത്തരം കമേഴ്ഷ്യലൈസ്ഡ് സാധനമാണ് തിരിച്ചിങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്റെ ഒരു പോയട്രി ബുക്കിൽ ഞാൻ എഴുതിയിട്ടുള്ളത്, റിതം ഓഫ് ലൈഫിൽ എഴുതിയിട്ടുള്ളത്, ഈ ഞാൻ എൻ്റെ നാട്ടില് പഴയ തറവാട്ടിലിരിക്കുമ്പോ ഈ വില്ലിപ്പേടൊക്കെ ഇങ്ങനെ നടന്നു. വില്ലിപ്പേട് 1000 കാലുകളിൽ ചെറിയ തൊഴുതാര. അപ്പൊ അതൊക്കെ ഇങ്ങനെ നടക്കണ കാണുമ്പോൾ ഞാൻ ഒരു ദിവസം കണ്ടപ്പോഴാണ് ഈ യോഗ ഡേയുടെ പടവും എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുന്ന ഒരു പടം. ഏതോ ഫോട്ടോഗ്രാഫർ അസലായിട്ട് എല്ലാ കാലുകളും നിരത്തി വെച്ചു. ഈ എന്നിട്ട് ഞാൻ അന്നൊരു കവിത എഴുതുന്നത് യോഗ ആൻഡ് വില്ലിപ്പേട്. എല്ലാരും നിലത്തിരുത്തിട്ട് ഡിസിപ്ലിൻ ആക്കുന്നതാണ് യോഗ എന്നാണ് ഇപ്പൊ നമ്മുടെ ധാരണ. അപ്പൊ ഇന്നലെയും ഞാൻ പറഞ്ഞില്ല, യോഗേന ചിത്തസ്യ. യോഗ ഒരിക്കലും ഫിസിക്കലിന് വേണ്ടിയിട്ടായിരുന്നില്ല. യോഗേന ചിത്തസ്യ പദേന വാച. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല മാനസികാവസ്ഥ, ശരീരം ശുദ്ധമാക്കാനുള്ള മാർഗം, ഇത് മൂന്നും ചേർന്നാണ് യോഗ എന്നാണ് പതഞ്ജലി പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ ശ്ലോകം ചെയ്യുന്നത്. പക്ഷെ പ്രാക്ടിക്കലി അത് കഴിഞ്ഞ് ഉടനെ തലകുത്തി നിൽക്കാനാണ്. നമ്മൾ ഈ തലകുത്തി നിൽക്കുന്ന പരിപാടി തുടങ്ങിയത് തന്നെ
മൈസൂർ പാലസില് അയ്യങ്കാരുടെ ജാലവിദ്യ കാണിച്ചിട്ട് എബ്രോഡിൽ നിന്ന് വന്നിട്ടുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് യോഗ. അതാണ് ഒരു ബുക്കുണ്ടല്ലോ ഈ അയ്യങ്കാർ എന്ന് പറയുന്ന ആളാണ് ഈ യോഗ ഇന്ത്യയില് ഇങ്ങനെ ആക്കിയത്. അപ്പൊ പതഞ്ജലിക്ക് ഒരു ബന്ധമില്ല ഈ യോഗ. പതഞ്ജലി അങ്ങോട്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ 26 പതഞ്ജലിയുടെ ശ്ലോകങ്ങളില് ഒരു സൂത്രത്തിലും പറയാത്ത സംഭവമാണ് ഇപ്പം എല്ലാരും കാണിക്കുന്ന സൂത്രം. യോഗയായാലും മെഡിറ്റേഷൻ ആയാലും മെഡിറ്റേഷൻ ഇരിക്കണമെങ്കിൽ ശരീരത്തിന് കുറച്ച് ഇരിക്കേണ്ട അവസ്ഥ വരാൻ വേണ്ടിയാണെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. കുറച്ച് യോഗയും അല്ല നമ്മളിപ്പം നമ്മുടെ യോഗ ക്യാപ്സ്യൂൾ പോലെ എന്ത് അസുഖം വന്നാലും ഉടനെ യോഗ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടോ? യോഗ പ്രാക്ടീസ് ചെയ്യാം. സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ, യു കനോട്ട് മെഡിറ്റേറ്റ് ഓൺ ദ ക്രോസ് റോഡ്സ്. ആ ക്രോസ് റോഡ് എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ 2 വ്യത്യസ്തമായ ചിന്തകൾ വരുന്ന ഒരു അവസ്ഥയിൽ ഞാൻ പെടുമ്പോ എനിക്ക് ഒരിക്കലും ശാന്തമായ സ്വഭാവത്തിലേക്ക് ഒരു കവലയിൽ നിൽക്കുന്നു. അപ്പൊ യമ നിയമ ആസന പ്രാണായാമ അതുവരെയൊക്കെ എനിക്ക് ഒരാൾ ഗൈഡ് ചെയ്യും. ഇതൊക്കെ ഗൈഡ് ചെയ്യാനേ പറ്റൂ. ചെയ്യണത് ഇപ്പൊ യമ നോൺ വയലൻസ് വേണമെന്ന് പറഞ്ഞാൽ മനസ്സ് വയലന്റായി ഇരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നാൽ എനിക്ക് പറ്റും. നിയമം ഡിസിപ്ലിൻ ആവണമെന്ന് പറഞ്ഞാൽ ആരാ ഡിസിപ്ലിനിലൂടെ? ഈ ഡിസിപ്ലിനൊക്കെ ആൾക്കാരെ കാണിക്കാനല്ലാതെ സ്വന്തം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത കുറെ ആളെ കാണിക്കും. അപ്പൊ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ വരുമ്പോഴാണ് നിയമം. അത് വേറൊരാൾ പറഞ്ഞുണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതല്ല യോഗ. നമുക്ക് സുഖ ആസനം എന്നാണ്. എങ്ങനെ വേണമെങ്കിലും ഇരിക്കാന്നല്ലേ പറഞ്ഞു. സുഖ ആസനം എന്ന് പറയുന്നത് കാല് ചമരം പടഞ്ഞിട്ട് ഞാൻ പത്മാസനത്തിൽ ഇരിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സുഖ ആസനം എന്നാണ്. ഏതാ സുഖാസനം? അടുത്ത കാലത്ത് രാമകൃഷ്ണ മഠത്തിൽ ഞാൻ പോയി. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ സ്ഥിരമായിട്ട് 10-15 കൊല്ലം ക്ലാസ് എടുക്കാൻ പോയാണ് ഹൈദരാബാദ്. അവിടെ വിവേകാനന്ദ കേന്ദ്ര ഫോർ ഹ്യൂമൻ എക്സലൻസ് എന്നൊരു സെന്റർ. ഒരു എല്ലാ ദിവസവും രാവിലെ 100 യൂത്ത് വരും, വൈകുന്നേരം 100 യൂത്ത് വരും. എല്ലാ ബിഡക്കാരും അവിടെ വരും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പവർ പോസിറ്റീവ് തിങ്കിങ് പറഞ്ഞ കുറെ ക്ലാസ്. അങ്ങനെ 10 വർഷം രാവിലെയും വൈകുന്നേരവും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്താണ്. പക്ഷെ അവിടുത്തെ സ്വാമിയൊക്കെ പോയി ഞാൻ ഈ യാത്രയൊക്കെ തുടങ്ങി. ഈ കൊറോണ കാലത്ത് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒരു ദിവസം പോരാ. കുറേ കാലത്തിന് ശേഷം ഈ കുറച്ച് കാലം കൊണ്ട് ഞാൻ കണ്ട മാറ്റം. അന്നൊക്കെ നമ്മൾ കുറച്ച് ഏതെങ്കിലും സ്വാമിമാര് കുറച്ച് യോഗ പഠിപ്പിക്കുന്നുണ്ടാവും. ഒരു ചെറിയ പെൺകുട്ടി നാട്ടിൽ നിന്ന് BAMS കഴിഞ്ഞിട്ട് യോഗ പഠിപ്പിക്കുകയാണ് ഗർഭിണികളാണ്. പ്രഗ്നന്റ് വുമൺ സ്പെഷ്യൽ യോഗ. ആ ഇരിപ്പ് കണ്ടാൽ യോഗയുടെ ബേസിക് അറിയുന്ന ഒരാൾ ഒട്ടനെ അവളെ ചാർത്തും. അന്ന് വൈകുന്നേരം പോയിട്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടു. ഹൗ ടു സിറ്റ് എന്ന് തന്നെ ആദ്യം സ്വാമി രാമയുടെ ശിഷ്യൻ വേദഭാരതി എങ്ങനെ ഇരിക്കണം എന്ന് പഠിപ്പിച്ചത് 3 ദിവസത്തെ കോഴ്സ്. നമ്മളിപ്പോ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ, ആ ഇരിക്കുന്ന ഇരിപ്പ് എന്റെ സീറ്റിൽ ഞാനിപ്പോ ഇരിക്കുമ്പോ ഈ കാല് വെച്ചിട്ടേ, ആ കാലില്ലാണ്ടിരുന്നാൽ ഞാൻ കംഫർട്ടബിൾ അല്ല. എന്റെ സീറ്റിന് കുറച്ചൊരു അത് കിട്ടുമ്പോഴാണ് എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുക. അങ്ങനെ ഇരിക്കാൻ വേണ്ടി എന്റെ സീറ്റിന് എത്രത്തോളം കനം വേണം നമ്മൾ ഈ മാറ്റിലെ യോഗ മാറ്റിലെ കരിപ്പടം അത് വെച്ചിട്ട് മടക്കി നോക്കി എനിക്ക് എത്ര വേണം. ആ മടക്കി ഇരിപ്പിലേ ഇരിക്കാൻ പാടുന്നു തന്നെ പഠിപ്പിച്ചിരിക്കുക. എന്തിനാണ്? നിങ്ങൾ 8 മണിക്കൂർ ഇരുന്നാലും ബാക്ക് ബോൺ സ്ട്രെയിൻ ഇല്ലാണ്ട്. അന്ന് ഞാൻ ഇട്ടു ഒരു വീഡിയോ. ആർക്കും എതിരല്ല, ഞാൻ അവിടെ ഒന്നും പറയാനൊന്നുമില്ല. കാരണം ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയാം. പക്ഷെ അന്ന് വൈകുന്നേരം എനിക്ക് തോന്നി ഗർഭിണികളെങ്കിലും ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പലക ഉണ്ടാവുമായിരുന്നു. ആ പല എന്ന് പറയുന്നത് എനിക്കുള്ള പല വേറെയാണ്, എന്റെ ഏട്ടനുള്ള പല വേറെയാണ്, അച്ഛനുള്ള പല വേറെയാണ്. എല്ലാ വീട്ടിലും ഒരു 5 സൈസ് ഡിഫറെന്റ് പലകളുണ്ടാവും. നമുക്ക് കംഫർട്ടബിൾ ഉള്ള പലയാണ് നമ്മൾ എടുക്കുക. എത്ര ചിന്തിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നാണ്. അല്ല, ഓരോ പ്രായത്തിനനുസരിച്ച് ഇല്ലേ? അപ്പൊ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ സുഖമായ ആസനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ പലകൊക്കെ എത്ര കനം വേണം എന്ന് എത്ര ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആലോചിച്ചു. ആ ബുദ്ധി പോലും ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് അത് നമ്മൾ അന്ന് കാണുമ്പോൾ നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത കാര്യത്തിന് തിയററ്റിക്കലായിട്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ അറിഞ്ഞ ചില അറിവുകളുണ്ട്, അത്രേ ചെയ്യുന്നു. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പഠിക്കുന്നില്ല. അപ്പൊ യമ നിയമ ആസന, അതേ ഉള്ളൂ ആസനം, അതിനപ്പുറത്തൊന്നുമില്ല. പ്രാണായാമേന യുക്തേന സർവരോഗ സമാരഹ അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവ. നന്നായിട്ട് പ്രാണായാമം ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ അസുഖങ്ങളും നിങ്ങൾക്ക് വരുന്ന ഹഠയോഗ പ്രദീപിയാണ് ഇതിന്റെ ബേസിക്.
ഈ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള യോഗ ആചാര്യന്മാരിൽ എത്ര പേര് കടയോഗ പ്രതിയോഗ വീട്ടിലേക്ക് കണ്ടിട്ടെങ്കിലും ഉണ്ട് ചെമ്പത്തിൽ? 3 മാസത്തെ കോഴ്സ് കൊണ്ട് യോഗ മാസ്റ്റർ ആവാറോ ആചാര്യ ആവാറോ ഡിപ്ലോമ എന്തൊക്കെ PhD എടുക്കാം. പക്ഷെ ഒന്നും അറിയില്ല. നമ്മളൊക്കെ കാഞ്ഞങ്ങാട് ആശ്രമത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് 3-4 വർഷം. അത് കഴിഞ്ഞിട്ട് ഒരു ഫിസിക്കൽ എക്സർസൈസ് ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഒരു അസുഖങ്ങളും വളരെ ഫിറ്റ് ആണല്ലോ. 60 കിലോ ആണ് കഴിഞ്ഞ 40 കൊല്ലമായിട്ട് 60 കിലോ ആണ്. 59 ഇല്ല എന്ന് വെച്ച് ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് യാത്ര ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത്. അസുഖമില്ല എന്നല്ല, ശരീരത്തിന് ഇൽനെസ് ഉണ്ട്, പക്ഷെ ഡിസീസ് ഇല്ല. ഓ എനിക്ക് അസുഖമാണോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. ഡിസ്ഈസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ടു, ഇൽനെസ് ഈസ് നോട്ട് എ ഡിസീസ് എന്നാണ് വീഡിയോ. നമ്മൾ പലപ്പോഴും ആ അറിവ് നമ്മൾ കിട്ടുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ പ്രാണായാമം എന്തിനാ ചെയ്യുന്നത്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം വരുത്തിക്കാം. സമാധി ആരും പഠിപ്പിക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഇപ്പൊ എല്ലാ ക്ലാസ്സും മെഡിറ്റേഷൻ ക്ലാസ്സാണ്. സമാധിയെ പഠിപ്പിക്കണം. അതോ ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും കൂടി എന്തിനു പോയി? മെഡിറ്റേഷൻ പോയി. സമാധി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലേക്ക് പോകുന്ന അവസ്ഥയിൽ എനിക്ക് എങ്ങനെ വേറെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റും? രാമേട്ടൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ ഇത്തരം നക്ഷത്രങ്ങൾ കാണിക്കില്ലേ, ഇതാ തിരുവാതിര ഇന്നതാണ്, ഇത് ധ്രുവനാണ്, ഇത് അരുന്ധതിയാണ്, ഇത് ആ ചില്ലിന്റെ അതിനിടയ്ക്ക് കൂടി ഇങ്ങനെ കാണിക്കും. ഒരു പരിധി വരെ കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ കാണണം. എപ്പോഴും അദ്ദേഹം പറയുന്ന ഇതാണ്, ആർക്കും നിങ്ങളെ ഒരു പരിധി വരെ കൊണ്ടെത്തിക്കാം. ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും പുണ്യകർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ കുറെ ചോദ്യം ചോദിക്കാൻ മുമ്പിൽ കൊണ്ടിട്ടതാണ്. എനിക്ക് 72 വയസ്സ് കഴിയാറായി. കുറേ ബുക്കുകൾ വായിച്ചു, കുറെ ഇരുന്ന് വട്ടുപോലെ ചിന്തിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും അറിയില്ല, ഒരക്ഷരം അറിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എന്റെ അവസ്ഥ എന്താണ്? ഞാൻ ബുക്ക് വായിക്കാറില്ല. കുറെ വായിച്ചു. നമ്മൾ അറിയുന്ന ചില ശ്ലോകങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ പറയണമെന്ന് വെച്ചാൽ തിരുവേദിയുടെ കൂടെയൊക്കെ യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് കൊടുക്കും, റെക്കോർഡ് ചെയ്യും. ഇപ്പൊ സനാതന ധർമ്മം എന്താണ്? ഞാനിപ്പോ തിരുവേനിയെ ഹൈദരാബാദിലൊരു 5-6 ദിവസം എൻ്റെ കൂടെ വന്ന് വീട്ടിലൊക്കെ താമസിച്ച് ഞാൻ കുറേ പ്രഭാഷണം അറിയിച്ചു. ഞാൻ പറയാറുണ്ട്, ഈ പ്രഭാഷണമൊക്കെ അറിയിച്ചിരുന്ന എൻ്റെ സെൽഫിഷ്നെസ് ആട്ടോ. കാരണം കുറേ പറയും, അതിനിടയിൽ കുറേ എനിക്ക് പഠിക്കാമോ. അപ്പൊ അങ്ങനെ കൂടെ സത്സംഗിൽ കൂടെ കൊണ്ടുവന്നു. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ നല്ല ചോദ്യം. ഈ ശങ്കര മഠത്തിലൊക്കെ പോയിട്ട് പ്രഭാഷണം കൊടുക്കുമ്പോഴേ അവര് ഈ പഠിച്ചിട്ടുള്ള കുറെ തിയറി വെച്ചിട്ടാ ചോദിക്കും. സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. ഒട്ടന്നെ തിരുമേനി 2 ശ്ലോകത്തിൽ സനാതന ധർമ്മം എടുത്തു. അപ്പൊ അതിന് ചോദ്യം ആലോചിച്ചാണ്, ഫുള്ളൊന്നും പറഞ്ഞു കൊടുക്കില്ല, പിന്നെ ആലോചിച്ചോളാം. ഇങ്ങനെയാ പഠിച്ചത്. നല്ലൊരു ഭാഗ്യം. നമ്മുടെ വിവേകാനന്ദൻ പറയുന്നുണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ ഒക്കെ മൂലം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണല്ലോ. അത് ഭഗവത്ഗീതയിലും പറയുന്നു. പക്ഷെ ആ പെർഫെക്ഷൻ വരുന്നത് കുറേ ജന്മജന്മാന്തരങ്ങൾ. 15-ാമത്തെ 16-ാമത്തെ അദ്ദേഹത്തിലെത്തുമ്പോ പറയുന്നത് എപ്പോഴാ താഴെ വീഴാന്ന് പറയുന്നത്. അത് ആ അവസ്ഥയിലെത്തിയിട്ട് പടയെ കൊണ്ട് താഴെ വീണ് അടുത്ത ജന്മം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് അവിടുന്ന് കയറി പറ്റും. പലർക്കും ഒരു ധാരണ ഉണ്ട്, ഒരു മനുഷ്യജന്മമാണ് എങ്കിൽ അടുത്തത് നിശ്ചയമായിട്ട് മനുഷ്യജന്മമാവും. അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. അല്ലേ? ഫുള്ളായിട്ട് നമ്മളായിട്ട് അറിയുന്നില്ല. ആരോ നിത്യചൈതന്യ എഴുതി എൻ്റെ ഒരു ഗുരുവാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചിങ്ങനെ അടുത്ത ജന്മം നാളെ എന്താന്ന് ആലോചിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ഒരു കവിതാ പുസ്തകത്തില് ആരോ കംസ് ഫ്രം ഷാഡോസ് നമുക്ക് പഠിക്കുന്നത്. അത് എഴുതാൻ കാരണം ഒരു ജന്മത്തിൽ രാമൻ ഒളിഞ്ഞിരുന്ന അമ്പയിൽ
അതാണ് അടുത്ത ജന്മത്തിൽ കൃഷ്ണന് കുറേ അമ്പുകൾ ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ. ഹരിനാമകീർത്തനത്തിന് കൃഷ്ണന്റെ 2 വൈവിധ്യങ്ങൾ പറയുന്നുണ്ട്, 3. ഒന്ന് പറയുന്നത് സീതയെ തെരഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു, നീ അത് കർണാടകം മുഴുവൻ നിലാവുന്ന തമ്പിയോട് ചെമ്മേ പറഞ്ഞു നിജ പത്നിയും വിരിഞ്ഞളവ് തന്നെ തിരഞ്ഞ് മറുപിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിലല്ല. ഒന്നതാ പറയുന്നത്, സീതയെ വിളിച്ചോണ്ട് നടന്നു, ഈ പെണ്ണുങ്ങളിലൊക്കെ ഓടിച്ചു പോയിരുന്നു. ഈ ബാല്യരെ പറയുന്നുണ്ട്, വിളിച്ചു നിന്ന് ബാലിയെ കുലച്ച. പിന്നെ വേറൊന്നും കൂടെ പറയുന്നുണ്ട്, ത്രേതായുഗത്തിൽ ആരുടെ കൂടെ നിന്നു അവരുടെ കൂടെ അല്ല ദ്വാപരത്തില്. ഇത് തന്നെ ഇന്ദ്രനും കർണന്റെ കൂടെ നിൽക്കാത്തത് ഇന്ദ്രന്റെ പുത്രന്റെ കൂടെ നിന്നത്. അതുപോലെ ലക്ഷ്മണൻ അനുഭവിച്ചതൊക്കെ രാമന്റെ ചെയ്തികളോ. തിരിച്ച് അടുത്ത ജന്മത്തില് കൃഷ്ണന്റെ ബ്രദറായിട്ട് ബലരാമൻ, കള്ളും കൂടിച്ചാടി നടക്കും ജ്യേഷ്ഠൻ, തല്ലും കൂടും ഇരുവർ ധാരങ്ങളും. 2 ഭാര്യമാരെപ്പോഴും അടിയും. സീതയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാണ്ട് വന്നു കൂടെ. കാട്ടിലലയും ബന്ധുക്കളും തോഴലും. ഏറ്റവും വലിയ വ്യക്തിയുടെ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് പോലും നല്ല ജന്മം കൊടുക്കാൻ പറ്റാത്തിട്ടുള്ള ആള്. അതാണ് കൃഷ്ണൻ. ഈ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന കർമ്മം അടുത്ത ദിവസം ഒരു ഷാഡോ നിന്ന് ഒരു ആരോ ആയിട്ട് നമ്മൾ. അപ്പൊ നമ്മുടെ ജന്മം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മാവ് വിളിച്ചാൽ എഴുന്നേക്കാം, ആ ഫുൾ ഡേ വിഷ്ണു കൊണ്ട് നടന്നാൽ നടക്കാം, രാത്രി ശിവന്റെ കൂടെ ലയിക്കാം, പിറ്റേ ദിവസം രാവിലെ ഉണരുവോ ഇല്ലയോ എന്ന് ബ്രഹ്മാവ് തീരുമാനിക്കും. ഓരോ ദിവസവും നമുക്ക് ഓരോ ജന്മം. അങ്ങനെയാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 7 ജന്മം. വിചാരിച്ച അങ്ങനെ ഓരോ ജന്മങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് എത്രത്തോളം ഇന്നലത്തെ കാര്യങ്ങൾ ഓർക്കാതെ പുതിയ നിന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ക്രിയേറ്റീവ് ആണ്. ഇന്നലത്തെ കർമ്മങ്ങൾ തന്നെ ഇന്നും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം ഞാൻ ഇമ്പ്രൂവ് ആയിട്ടില്ല. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നലത്തെ കാര്യം ഞാൻ നമുക്ക് അധികം കർമ്മമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആലോചിക്കാൻ പറ്റുന്നത്. ഇന്നിപ്പോ എനിക്ക് ഇന്നലെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? കാരണം നമ്മൾ ഇന്നത്തെ കാര്യം സംസാരിക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ ചോദ്യങ്ങളും ഇന്നത്തെ സത്സംഗമാണ്. ഇന്നലത്തെ കാര്യം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക, വേറെ പണിയില്ലാത്ത. അപ്പൊ നമ്മൾ എപ്പോൾ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്ര പുതിയ ചിന്തകൾ നമ്മൾ ഓരോ ദിവസവും വരുന്നുണ്ടോ അത്രയും നമ്മൾ അധികം ജീവിക്കുന്നു. അതാണ് ജീവിതം. അതല്ലെങ്കിൽ നമ്മൾ പഴയ കഥ ഇങ്ങനെ കെട്ടുകഥ പറഞ്ഞുകൊണ്ടിരിക്കണം, അതിൽ വലിയ കാര്യം. അവിടെ എപ്പോഴും ഞാൻ വിചാരിക്കാറുള്ളത്, എനിക്ക് വേറൊന്നും പഴയ കാര്യങ്ങളും ചിന്തിക്കാൻ സമയമില്ലാതിരിക്കട്ടെ, എനിക്ക് പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ നമ്മൾ പുതിയ ചിന്തകൾ അങ്ങനെ ഉണ്ടാകാൻ സാധിച്ചാൽ നമ്മൾ ജന്മം നന്നായി. അതാണ് ജന്മം. അതല്ലാത്തൊന്നും കർമ്മല്ല. ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ഒരേ ഭക്ഷണം ഉണ്ടാക്കി, ഒരേ ഇഡ്ഡലി കഴിച്ച്, ഇതൊന്നും കർമ്മത്തിന്റെ അക്കൗണ്ടിൽ ഭഗവാൻ പെടുത്തിയിട്ടില്ല. നമുക്ക് പുതിയതായിട്ട്, നല്ലതായിട്ട്, വ്യത്യസ്തമായിട്ട് കുറെ ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെ പുതിയത് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് കർമ്മം. ഏന കേന പ്രകാരേണ കസ്യാപി ദേഹിനഃ, ഏത് ദേഹം ഉണ്ടായാലും, അത് മൃഗമായാലും ചെറിയ പക്ഷിയായാലും പ്രാണിയായാലും ഈ ചരാചരം മുഴുവൻ, അതില് 192 crores of 126 crores of unseen സാധനങ്ങളുണ്ട് അതെല്ലാം. ഇത് ഓരോന്നിന്റെ ഈ 198 126 ഒക്കെ സ്പീഷീസ് ആണ്, വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ക്ഷീണിച്ച് അവസാനം ബ്രഹ്മാവ് ഉണ്ടാക്കിയ ഒരു രൂപമാണ് ഈ മനുഷ്യൻ. അതാണ് ആദ്യം ചൊല്ലിയൊരു ശ്ലോകമില്ലേ. അപ്പൊ ഇതിൽ ഏതായാലും ഒരേ പ്രപഞ്ചത്തിന്റെ ഒരേ ശക്തിയിൽ നിന്നും ഈ എന്തുണ്ടാക്കണമെങ്കിലും നമുക്ക് വേണ്ട പഞ്ചഭൂതാത്മകമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചേർത്ത് അതിനകത്ത് എനർജി എന്ന് പറയുന്ന ഒരു സംഭവം ചേർക്കുമ്പോഴാണ്, ആ കോൺഷ്യസ്നസ് ചേർക്കുമ്പോഴാണ് നമ്മൾ അതാവുന്നത്. എന്റെ ശരീരത്തിലെ ഓരോ ധാതുക്കളിലുമുള്ള, ഓരോ ആറ്റത്തിലും, ഓരോ സെല്ലിലും, ഓരോ മോളിക്യൂളിലുള്ള അതേ സംഭവം തന്നെയാണ് ഈ കുഷ്യനിലും ഇതിലൊക്കെയുള്ള കെമിസ്ട്രി.
പക്ഷെ ആകെ ഞാനും അങ്ങയും ഓരോരോ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം, എന്നിലുള്ള കോൺഷ്യസ്നെസ്സും അങ്ങനെയുള്ള കോൺഷ്യസ്നെസ്സും ഒക്കെ വ്യത്യാസം കൊണ്ടാണ്. സ്പിറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആറ്റമായി മാറുന്നു. പക്ഷെ അതിനെ ഇലക്ട്രോണും ന്യൂട്രോണും ഇപ്പൊ എന്റെ ശരീരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സൂം മൈക്രോസ്കോപ്പ് എടുത്ത് നോക്കിയാൽ ആറ്റം കാണും, ഇലക്ട്രോൺസും ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ചുറ്റുണ്ട്. അപ്പൊ ഇതിനകത്ത് സ്പേസ് ആണോ കൂടുതൽ മാറ്റർ ആണോ? അപ്പൊ അങ്ങനെ സ്പേസ് ആണെങ്കിൽ ഞാൻ മാറ്റർ ആണോ സ്പേസ് ആണോ? ഞാൻ സ്പേസ് ആണ്. എന്നിൽ കാണുന്നത് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കത് സൂം ചെയ്ത് കാണാൻ കഴിവില്ലാത്തൊരു കണ്ണുണ്ടായതുകൊണ്ടാണ് അല്ലെ? പക്ഷെ ഇതിനൊക്കെ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് കോൺഷ്യസ്നസ്. ഏന ചക്ഷുഷാന പശ്യന്തി ഏന ചക്ഷുഷി പശ്യതി. എന്റെ ചെവിയിലുള്ള സെല്ലുകൾക്ക് കേൾക്കാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ അതിനെ കേൾപ്പിക്കാനുള്ള ശക്തി കൊടുത്തുള്ളത് അത് ഉപനിഷത്ത് മന്ത്രമാണ്. ആ ഉപനിഷത്ത് മന്ത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു നമ്മളെയൊക്കെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ആലോചിപ്പിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഒരു കോൺഷ്യസ്നസ് ആണ്. ആ കോൺഷ്യസ്നസിന്റെ ഇപ്പൊ എന്റെ കാര്യം ഇങ്ങനെ വെക്കുന്ന സമയത്ത് അമ്മ കണ്ടാ പോലെ അച്ഛൻ അതേ സംസാരം. ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്ത് അടുത്ത കാലത്ത് ഗുജറാത്തിനെ കൊണ്ടാണ് ഞാൻ എന്തോ സംസാരിച്ചറിയാം, KPCയുടെ അതേപോലെ അച്ഛനാണ് സത്സംഗം. ആ എന്റെ കോൺഷ്യസ്നസിന്റെ അടുത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ തമ്മിലുള്ള ഒരു കോൺഷ്യസ്നസിന്റെ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ പകർന്നു വരും ഫ്രീക്വൻസി. അതാണ് സത്സംഗം. ഇന്ന് ഞങ്ങളുടെ സമാജത്തിന്റെ ഗ്രൂപ്പിൽ ഒരാളൊരു പോസ്റ്റ് ഇട്ടു, നമ്മുടെ മുരളി സാധാരണ നോക്കാറില്ല, സമയം നോക്കി ഞാൻ. അപ്പം ഒരു പടമാണ്, കറുത്ത കുറച്ച് 1-2 ഉറുമ്പുകൾ. അപ്പം അതിന് താഴെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മഴ വരുന്നതിന് മുമ്പ് ഈ അരിയെ അവർ 2ആയിട്ട് വിഭജിച്ചിട്ട്, സയന്റിസ്റ്റ് പഠിക്കുന്നതാണിത് എന്തുകൊണ്ടാണ്. അപ്പോൾ അത് 2ആയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെർമിനേറ്റ് ചെയ്യില്ല, വെള്ളം വീണാൽ അരിയുടെ കഥ. അപ്പോൾ വീണ്ടും സയന്റിസ്റ്റ് നോക്കിയപ്പോൾ ഒരു കൊത്തമല്ലി മൊത്തം അക്ക, അതിനെ അവർ 4ആയിട്ട് പൊട്ടിച്ചു. അപ്പോൾ അവർക്ക് അരി 2ആയിട്ട് പൊട്ടിച്ച് ക്യാൻസർ ഇതിനെ 4ആയിട്ട് പൊട്ടിച്ചിട്ട് അവർ ജെർമിനേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ അവർ എഴുതിയിരിക്കണം, ഇത്ര ടൈനി ആയിട്ടുള്ള ഒരു സാധനം ചെയ്യണമെന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ മുരളിയായിട്ടത് ഞാനതിനെ ഇത് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മുരളി ക്രിയേറ്ററാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ അരിയിലിരുന്നാലും ഉറുമ്പിലിരുന്നാലും അദ്ദേഹത്തിന് അറിയാം ഇതിങ്ങനെ ഇരിക്കണം. അത് എന്നേരം കൂടുതലൊന്നും എഴുതാനൊന്നും തോന്നിയില്ല, അറിഞ്ഞും കൂടെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു നല്ലത്, അതായത് ഏകം ബഹുധാവുന്ന ഒരു സമ്പ്രദായം. ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം എന്നാണ്, ദിസ് ഈസ് അദ്വൈതം. ഇത്ര എനിക്ക് പറയാൻ അറിഞ്ഞുള്ളൂ. നമ്മൾ സാധാരണ ഒരു മുട്ട മുട്ടയില്ലേ, മുട്ടയുടെ ഉള്ളില് ചെറിയൊരു എയറിന്റെ ഭാഗം ഒഴിച്ചു വിട്ടത്, ആ മുട്ട കോഴിയായിട്ട് വരുമ്പോ ഒന്ന് വലിച്ചാലേ അതിന് ചിറക് കൊടുത്താൻ പറ്റുള്ളൂ, അപ്പോഴേ തോട് വലിക്കാൻ പറ്റുള്ളൂ. ആ എയർ അതിനകത്ത് വെച്ചിട്ടാണ് മുട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മാങ്ങയില്ലേ, മാങ്ങയുടെ ഉള്ളില് പൂവായിരിക്കുമ്പോ ഒരു ബട്ടർഫ്ലൈ കൊണ്ടിരുന്ന മുട്ടയാണ്. പച്ച മാങ്ങ എടുത്ത് കട്ട് ചെയ്ത പുഴുവിനെ കാണിക്കും, പഴുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് പുഴു. അപ്പൊ ആ മാങ്ങ പഴുക്കാൻ എത്ര കാലം വേണോ അത്രയും കാലത്തിൽ ഈ മുട്ട പുഴുവാവാൻ പറ്റും എന്നുള്ള കാലത്തിന് കറക്റ്റ് ആയിട്ട് അതിനകത്ത് കൊണ്ടിട്ടിരിക്കും. അപ്പൊ ഞാൻ സാധാരണ പറയാറുണ്ട്, മാവിന്റെ ഇത് നല്ല മാവാണ്, അതെങ്ങനെ അങ്ങനെ അറിയും? പൂവിന്റെ സ്മെല്ല് അറിഞ്ഞാൽ അറിയാം മാങ്ങയുടെ സ്വാദ്. അത് നോക്കിയിട്ടാണ് ബട്ടർഫ്ലൈ അതിനകത്ത് കൊണ്ടിടുന്നത്. എല്ലാ മാവിലും പുഴുവില്ല. അപ്പൊ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ പച്ച മാങ്ങ കടിച്ചോ, പുഴുവിന്റെ മുട്ട കഴിക്കാം. പുഴുവിനെ തന്നെ കഴിക്കണമെന്നുണ്ടോ? പഴുത്തിട്ട് കഴിച്ചാൽ. അതുകൊണ്ട് പലരും എന്റെ പ്രഭാഷണം കേട്ടാ പറയും, പഴുക്കാൻ നിൽക്കരുത് അല്ലേ മാങ്ങ, അതിന് മുമ്പ് കഴിക്കണം. കറക്റ്റായിട്ട് അതിന് എപ്പോഴാണെന്നുള്ള കൃത്യമായിട്ട് അറിയാം. ഇതാണ് നമ്മുടെ ഇത് അറിയുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചറിയുമ്പോഴാണ് നമ്മൾ കുറച്ചെങ്കിലും ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ ജ്ഞാനേഭിഹീനം പശുവി സമാനം. പശുക്കളായിട്ട് ജീവിക്കുന്നവർക്ക് ഇതൊന്നും ആലോചിക്കില്ല. ഇത് ആലോചിക്കാൻ അങ്ങയ്ക്കും എനിക്കും കഴിവുണ്ടാവുന്നത് അത് മനുഷ്യജന്മാണ്. അല്ലാതെ മനുഷ്യരൂപേണ മൃഗശ്ചരന്തി ഏത് ജന്മം കിട്ടാന്ന് ചോദിച്ചില്ലേ, അതിൽ എല്ലാ മനുഷ്യന്മാർക്കും ഈ ജന്മം കിട്ടില്ല. മനുഷ്യരൂപേണ മൃഗശ്ചരന്തി, മനുഷ്യരൂപത്തിലെ സൃഷ്ടിച്ചു കിട്ടുന്നേ ഉള്ളൂ.
അതിന് ഡോക്ടർ രാമന് ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞത് തമസ്സില് തമസ് ശൂദ്രാവസ്ഥ, കുറച്ച് രജസ് കയറുമ്പോ വൈശ്യനായി, ക്ഷത്രിയനായപ്പോ കുറച്ച് സത്വം വന്നു. സത്വത്തില് സത്വം വേണം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഇത്രമാത്രം ഉപദ്രവിച്ചിരുന്നു. ഇനി എനിക്ക് അങ്ങയോട് അതിൽ ഞാൻ പറയാറുള്ളത്, സീതയെ സൃഷ്ടിച്ചപ്പോ തന്നെ പൂർണ്ണമായിട്ടും സത്വഗുണം കൊടുത്തിട്ടില്ല, കുറച്ച് രജസ് കൊടുത്തത് കൊണ്ടാണ് ലക്ഷ്മണനെയൊക്കെ സംശയിച്ചത്. അത് മാത്രമല്ല, ആ പോവാത്ത എന്തെന്നുള്ള വിട്ടെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴും കുറെ കുറ്റം പറയുന്നു. നിനക്ക് എന്നോടുള്ള ആ ഒരു ആഗ്രഹങ്ങൾ കൊണ്ടാണ്. അവസാനം ലക്ഷ്മണൻ പറയുന്നത് അതിൽ സത്വം പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുള്ള ലക്ഷ്മണനാണ്. അതുകൊണ്ടാണ് ലക്ഷ്മണൻ ഓരോ സാധനം കാണുമ്പോഴും ഇതെനിക്കറിയില്ല, അമ്മയുടെ കാല് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അരഭാഗം കണ്ടിട്ടില്ല, ജിമിക്ക് കണ്ടിട്ടില്ല എന്നൊക്കെ പറയണമെങ്കിൽ. അതിനെ കുറിച്ച് സാറേ നമ്മുടെ അനൂപ് ജാലോട്ട പറഞ്ഞിട്ട് ഒരാളുണ്ട് ബോംബെയില്, ഭജന. അദ്ദേഹം ഇതിന്റെ ഒരു പാട്ടുണ്ട്, ഭജന, രാംഭജൻ. ഹലോ, ആ മോനെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാൻ വേറെ ഉണ്ടല്ലോ. ആ ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ പാട്ടില്, ഭായിദാസ് കൊണ്ടായിരുന്നു എപ്പോഴും അദ്ദേഹം പാടുക. രാമന് ചോദിക്കുന്നു, കാലിപ്പൂ കണ്ടിട്ട് ഇത് സീതയുടെ അല്ലേ, അത് സീതയുടെ അല്ലേ, അവസാനം കണ്ടത് പായല്. അപ്പൊ പറഞ്ഞു ഇത് പറഞ്ഞു, കാരണം ഞാൻ ചേട്ടത്തിയമ്മയുടെ പാദങ്ങളല്ലാണ്ട് കണ്ടിട്ടില്ല. എത്രയോ ആ ഒരു സാത്വികത അവിടെ കൊടുത്തത്. ഇതൊക്കെ നമ്മുടെ ഓരോന്ന് വായിക്കുമ്പോഴും അതിന് എങ്ങനെ നമ്മൾ ഈ രാജസിക താമസിക സാത്വിക ഗുണത്തിലേക്ക് കണ്ടെത്താൻ പറ്റുന്നു, ഓരോ ക്യാരക്ടേഴ്സിനും എത്ര പെർസെൻറ്റേജ് എന്നൊക്കെ മെഷർ ചെയ്യുമ്പോഴാണ് ആ കവിയുടെ ഒക്കെ ഒരു സങ്കല്പം. എനിക്കൊരു സംശയം, ഒരിക്കല് ഞാൻ നേരത്തെ താമസിച്ച വീട്ടില് ജനലില് 2 കുരുവികൾ വന്നു. പകുതി അടച്ച ജനല, കുറച്ച് അവിടുന്ന് അത് കൊണ്ടുവന്ന് കഞ്ഞി അത് 2 പേര്. അത് കുട്ടി ആയി, അത് കഴിഞ്ഞ് പറന്നൊക്കെ അവർ പോയി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത് ഒന്നാണ്, ഒന്ന് പെണ്ണ്. ഈ ആണിന് എങ്ങനെ സെൻസ് ഉണ്ട് that I am responsible for this? നമുക്കതിനൊരു ബുദ്ധിയില്ല എന്ന് പറയുന്നു. അല്ല, നമ്മൾ പറയുകയാണ് അതിന് yes, I am responsible. I have to be with her till the child is able to fly. അത് മനുഷ്യനിൽ വരുന്നില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യരിലുണ്ട്, എല്ലാവരിലും ഇല്ല, സ്ഥലം വിട്ടുകളെ. അല്ല, അതെന്തുകൊണ്ടാ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, റോൾ, ഗോൾ, വാല്യൂസ്. ആ വാല്യൂസിന്റെ കുറവും അതിക്രമിച്ച ഗോളും എന്റെ റോളിന് എൻ്റെ ഒരു കവിതയുണ്ട്, ഇത് വായിക്കണം. എന്റെ കവിത ഡൗൺലോഡ് ചെയ്യാൻ ഡോക്ടർ DPS വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം നേരിട്ട്. ഞാൻ എന്റെ ലിങ്ക് അയച്ചുതരാം. എഴുതിയിട്ടുള്ളത് ഓരോ ജീവിതത്തിലെ കർമ്മങ്ങൾ നേടി എനിക്ക് അതാവണം ഇതാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ചുറ്റി അടിച്ച് അതും ഇതൊക്കെ ചെയ്ത് അവസാനം ആലോചിക്കണം എന്തിനു വേണ്ടിയായിരുന്നു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്? ആ ജീവിതത്തിൽ നിരർത്ഥകത കണ്ടെത്തുന്ന ഒരു സമയത്താണ് പുതിയ ഗോള് ഡിസൈൻ ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞു. ഇത് ജന്മത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മുടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിൽ ഞാൻ സോഷ്യലായിട്ട് കുറേ ആക്റ്റീവായിട്ട് ഇദ്ദേഹത്തിനൊക്കെ എന്നെ പരിചയപ്പെടുന്ന സമയത്ത് ക്ലാസ്സുകൾ നിരന്നെടുക്കണം. അതിലും താല്പര്യം കുറഞ്ഞിട്ട് ആരെങ്കിലും വന്നാലാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാലത്താണ് വരും. അതാണ് ശരിക്കും സന്യാസം. ആ ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. അത് വരും, വരട്ടെ. ഞാൻ ബുക്കൊന്നും എഴുതുന്ന ആളെയല്ല, പക്ഷെ ഡൽഹിയിൽ ഇരിക്കുന്ന സമയത്ത് വലിയ ഓഫീസ്, ആരും വിസിറ്റേഴ്സ് പോലും ഉണ്ടാവില്ല. ഞാൻ ആരെയും കാണാൻ പോകണമെങ്കിൽ തന്നെ കുറെ ബുദ്ധിമുട്ടാണ്, പെർമിഷൻ.
ഇഷ്ടംപോലെ സമയം. അപ്പോഴാണ് ഞാൻ കവിത എഴുതുന്നത്. ഇംഗ്ലീഷ് കവിതയൊക്കെ ആദ്യം എഴുതി തുടങ്ങുന്നത് ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോഴാണ് സ്ഥിരമായിട്ട് മയൂർ വിഹാർ അമ്പലത്തിൽ പോയിരിക്കും. ആരെങ്കിലും കാണാൻ പറ്റുന്ന അമ്പലത്തിൽ പോയിരിക്കുമ്പോൾ കുറച്ച് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഓഫീസിൽ കയറി കഴിഞ്ഞാൽ 5 മണി വരെ ഒരാളും വരില്ല എന്നെ കാണാൻ പറ്റും. റോയലായിരുന്നു. അപ്പൊ നമ്മുടെ അഡ്രസ്സ് പോലും ഇല്ല. അവിടെ പോസ്റ്റ്മാൻ വരണമെങ്കിൽ പോസ്റ്റ്മാന് പോലും അറിയില്ല അങ്ങനെ ഒരു അഡ്രസ്സ്. ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിനും അറിയില്ല അവിടെ ഓഫീസിൽ നിന്ന്. എല്ലാം അൺനോൺ നമ്പർ അറിയില്ല. ഞങ്ങളുടെ പോസ്റ്റിൽ വരുന്നത് കേരളപുരത്താണ്. അവിടത്തേക്ക് രാവിലെ അറ്റൻഡർ പോയിട്ട് വേണം അന്നത്തെ പോസ്റ്റ് എനിക്ക് കൊണ്ടുവരാൻ. കാരണം ഈ ഒരു അഡ്രസ്സ് പോലും ആരാ വർക്ക് ചെയ്തെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അമ്പലത്തിൽ ഇരുന്നിട്ട് കുറേ പേര് പിള്ളേരോടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് കളിക്കും. അങ്ങനെയൊക്കെ എഴുതിയപ്പോഴാണ് ആ കവിതകളൊക്കെ അവിടെ നിന്ന് പോയത്. എന്റെ 27 കവിതകള് മയൂർ വിഹാർ അമ്പലത്തിന്റെ മുമ്പിലിരുന്ന് അവിടുത്തെ ഞങ്ങൾ കാണുന്ന ആൾക്കാരെ കൂടി കവിതകളാക്കി. അപ്പൊ പലപ്പോഴും നമ്മൾ ഓരോ സിറ്റുവേഷനിൽ എത്തുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ഞാൻ സാധാരണ പറഞ്ഞു, ഫ്ലോ ലൈക്ക് എ റിവർ ആൻഡ് ഗ്രോ ലൈക്ക് എ ട്രീ എന്നാണ് എന്റെ ഫിലോസഫി. ഞാൻ എന്ത് നാളെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഐ ഫ്ലോ ലൈക്ക് എ റിവർ. അതിന് തടസ്സം നിൽക്കുമ്പോൾ ഐ കീപ് ഫില്ലിങ് ഇറ്റ്. എപ്പോഴാണോ ഓവർഫ്ലോ ചെയ്യുന്നത് അപ്പോഴാണ് അതിന്റെ ഭംഗി. പക്ഷെ ഞാൻ ഫില്ല് ചെയ്യാണ്ടിരുന്നാൽ ഓവർഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ ഐ കീപ് ഫില്ലിങ്. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, when you don't have audience to talk, keep writing books. അങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ അന്ന് എഴുതി തുടങ്ങിയപ്പോൾ ഒന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ നല്ല കവിതകളാണെന്നൊന്നും ചിന്തിച്ചില്ല. ആദ്യം കൊടുത്തത് പിന്നെ ഇദ്ദേഹത്തിനൊക്കെയാണ്, ശശി തരൂർ, പിന്നെ ആനന്ദബോസ്, പിന്നെ അഗൗർ നാരായണൻ, തിരുമേനിയുടെ അടുത്ത സുഹൃത്ത്, സത്യപണ്ഡിതനാണ്. കഥകളി രസായനം എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട്. എങ്ങനെ കഥകളി ആസ്വദിക്കണം എന്നാണ് സത്യപുസ്തകം. അപ്പൊ അദ്ദേഹമൊക്കെ മയൂർ വിഹാറിലാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ ഗുരുവിന്റെ പേര് പറഞ്ഞ് എനിക്കൊരു അപ്രോച്ചബിലിറ്റി കിട്ടി. അങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് എന്റെ ബുക്ക് കൊടുക്കുന്നത്. കുറേ പേപ്പറും ഒരു പേനയാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഫോർവേഡ് എടുത്തത് അവിടെ ഇരിക്കുന്നത്. ഓരോ കവിത വായിച്ചിട്ട് 27 വായിച്ചിട്ട് എന്നെ വിട്ടു. മതിയാവുകയുള്ളൂ. ഇങ്ങനെ കവിത ആരും എഴുതാറില്ല. ലൈഫ് മെയ്ഡ് സിമ്പിൾ എഴുതിയപ്പോൾ അവസാനം അദ്ദേഹത്തെ എഴുതിയത് മോഡേൺ തിരുക്കുറളാണ് തന്റെ ബുക്ക്. അദ്ദേഹത്തിന്റെ ഒരു കമന്ററി എഴുതിയത് ദിസ് ദ മോഡേൺ തിരുക്കുറൾ. ഒരു ഭാഗ്യം. എന്തിനാ പറഞ്ഞില്ലേ, നമ്മൾ വണ്ടി പാസ് ചെയ്താൽ കൊണ്ടേക്കോ ഈ കുറിപ്പേട്ട 5 മിനിറ്റ് മുമ്പേ ആയിക്കോട്ടെ സ്റ്റോപ്പ്. എഞ്ചിനീയറിംഗ് കോളേജ് 1000-ലധികം അവിടേക്കാണ് നമുക്ക് ഓരോ സ്ഥലത്ത് കുട്ടികളെ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് കുറേ പേരുണ്ട്. അവർക്ക് ഒരു സോഴ്സോ ഒരു ട്രിഗറോ കിട്ടാത്തതുകൊണ്ട് അവർ ട്രിഗർ കിട്ടിയാൽ ചിലപ്പോൾ അതിനകത്ത് പിടിച്ചു കിട്ടും. അതൊക്കെ എന്റെ ക്ലാസ്സിൽ ഓടിപ്പോവാൻ വേണ്ടിട്ട് ജമ്പ് ചെയ്ത് പോകാൻ തുടങ്ങിയാണ്. സെക്യൂരിറ്റി പിടിച്ച് എന്റെ ക്ലാസ്സിൽ ഇരുത്തിയിട്ടാണ് ഇപ്പോൾ. ആ ഒരു സ്പാർക്ക് കിട്ടുമ്പോഴാണ് പിന്നെ പിടിച്ചു. കഥ പറയും എന്റെ കൂടെ എങ്ങനെ ചേർന്നു. ഞാൻ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഈ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ 4 അറ്റൻഡൻസ് കൊടുക്കും, ഗസ്റ്റ് ലെക്ചർ ഉണ്ട്. അങ്ങനെയൊക്കെ പിള്ളേർ ഇരുത്താൻ പറ്റും. അതും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓടാൻ പോയത്. അത് ചെറിയ കുട്ടികൾ പാടുന്ന പോലെയൊക്കെ പാടും. ചെറിയ യങ് കിഡ്സ് വോയിസ് ഓൾസോ ഷീ മേക്സ്. ഇപ്പൊ നിർത്തി പാട്ട് മൈസൂരാക്കും. മനുഷ്യത്വം എന്തൊരു അപാരമായിട്ടുള്ള SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹം അതേപോലെ നമ്മുടെ രാമൻ എഞ്ചിനീയറിംഗ് കോളേജ് സൈക്കിളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും കുളിക്കണമെങ്കിൽ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ട് കേൾക്കണം. നിങ്ങൾ കാണേണ്ട ഒരു സിനിമ യൂട്യൂബിൽ പീറ്റർ ബ്രൂക്സ് മഹാഭാരതം കണ്ടിട്ടുണ്ടാവും. മഹാഭാരതം ഒരു വീഡിയോ ആണ്, 3 മണിക്കൂർ. പീറ്റർ ബ്രൂക്സ് ആണ് എന്റെ സംവിധായകൻ. പീറ്റർ ബ്രൂക്സ് മഹാഭാരതം. But 6 hours is the original drama. Abridged version is only available on YouTube. That's 3 hours. ഞാനത് ഡ്രൈവിൻ തിയേറ്ററിൽ അഹമ്മദാബാദ് കണ്ടു 1989. അത് ഫുൾ വെർഷനായി. ഇപ്പൊ യൂട്യൂബിൽ ഒരു അബ്രിഡ്ജ്ഡ് വെർഷനാണ്.
നമ്മുടെ കൺസെപ്റ്റ് ഓഫ് ഭഗവാനും ഒക്കെ ഉണ്ടല്ലോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വെസ്റ്റേണേഴ്സ് കാണുമ്പോൾ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് അത് കാണും. Each one has a different concept. അതായത് നമ്മള് അടുത്ത കാലത്ത് ഞാൻ രവിവർമ്മയുടെ ക്ലിമാനിലായിരുന്നു. അദ്ദേഹം ചിത്രം വരച്ച സ്ഥലത്തും ഒക്കെ അദ്ദേഹത്തിന് തോന്നുന്നൊരു തോന്നലിലാണ് ഈ ചിത്രങ്ങളൊക്കെ പടങ്ങളൊക്കെ ഭഗവാൻ ഭഗവതിയുടെ പറയുന്നത്. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യായേന യത് കൽപ്പിതം സ്തുത്യ നിർവചനീയതാകിരം വ്യാപ്തിത്വം ച മയാകൃതം. എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാനെ ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കെട്ടിയതാണ് നമ്മുടെ ഏറ്റവും വലുതായിട്ട്. ദോഷത്രയം മത്കൃതം. അപ്പയ്യ ദീക്ഷിതൻ അതെ അതെ. ഈ എല്ലാത്തിലും ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ കൃഷ്ണൻ, കൃഷ്ണന് ഞാൻ വിളിക്കുന്നു എല്ലാത്തിലും വിളിക്കുന്ന അത് ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മമാണ്. എന്റെയും അങ്ങയുടെയും ഒരു ബ്രഹ്മം. ആ ബ്രഹ്മത്തിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അവരുടെ ഭാര്യ സരസ്വതി ആൻസർ വന്നു. അത് വന്നാൽ എനിക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ പറയാൻ പറ്റും. അത് തന്നെയാണ് അർജുനനും കൃഷ്ണനും വന്നത്. ആ ബ്രഹ്മ വരുന്നതുകൊണ്ട് അർജുനൻ ചോദ്യം ചോദിച്ചു, സരസ്വതി ഇരുന്നുകൊണ്ട് കൃഷ്ണ ഉത്തരം പറഞ്ഞു. ബേസിക്കായിട്ട് ക്വസ്റ്റ് ചോദ്യങ്ങൾ വേറെ ഒരു സാർ ഒരു കാര്യം അറിയാം. ഈ നമ്മൾ പലപ്പോഴും എനിക്ക് പല ഫ്രണ്ട്സ് ഉണ്ട്. നമ്മുടെ ജയരാമനൊക്കെ ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതെന്നല്ല ഞാൻ പറയും, പോട്ടെ അദ്ദേഹം പറഞ്ഞു ആ കാലത്തിൻ്റെ ഒരാൾ. അപ്പം എൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ അർജുനനോട് ശ്രീകൃഷ്ണൻ അന്നേരം പറഞ്ഞ അതേ കാര്യം. അർജുനൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഗുരുകുലത്തിൽ പോയി ക്ഷത്രിയനായിട്ട് ജനിച്ചു, വേദങ്ങളൊക്കെ പഠിച്ച് 10-25 വയസ്സായി കഴിഞ്ഞു, ഏകദേശമൊക്കെ രൂപം കെട്ടി. ആ ലെവലിൽ നിൽക്കുന്ന അർജുനനോടല്ലേ കൃഷ്ണൻ പറഞ്ഞത്. അപ്പം അതുപോലെ പറഞ്ഞ കാര്യം യേശു ഈ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാൻ സാധിക്കില്ലല്ലോ. എൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്നല്ലോ എപ്പോഴും അടിയാണ് ഞാനും ജയരാമനും. കോണ്ടെക്സ്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ഭഗവത്ഗീത എന്നൊരു സംഭവം. എന്തിനാണ് ഭഗവത്ഗീത, മഹാഭാരതം, ഇതൊക്കെ ആരോ എഴുതി. പക്ഷെ പരീക്ഷത്തിന്റെ കൊച്ചുമകൻ കേൾക്കാനിടയാകുമ്പോഴാണ് ഇത് ജനങ്ങൾ അറിയുന്നത്. എന്തിനാ അത് പറഞ്ഞതെന്നറിയും. ഈ യുദ്ധത്തിന് പോയാൽ പണ്ട് പാണ്ഡവരും കൗരവരും അടിച്ചു പിരിഞ്ഞ് എല്ലാവരും ചത്തതുപോലെ നമ്മുടെ ജനറേഷൻ അതുകൊണ്ട് യുദ്ധം വേണ്ടാന്ന് പറയിപ്പിക്കാനാണ്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പണ്ടൊരാൾ അപ്പൊ ആ കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഭഗവത്ഗീത എന്നുള്ള ചോദ്യത്തിന് അറിയേണ്ടത് ഏത് കോണ്ടെക്സ്റ്റിലാണത് പറഞ്ഞത്. കോണ്ടെക്സ്റ്റ് ആൻഡ് സ്കോപ്പ്. നമ്മളെപ്പോഴും PhD ഫീസ് ഒക്കെ എഴുതുമ്പോൾ ആദ്യം എഴുതുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. അതില്ലാണ്ട് ഒരു പുസ്തകം എഴുതാൻ പാടില്ല. ഞാൻ എന്തിനു വേണ്ടി എഴുതുന്നു, ആർക്ക് വേണ്ടി എഴുതുന്നു. അപ്പൊ ഈ കഥ പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത്, ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത് എന്നറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ആ കാലഘട്ടത്തിൽ അതായിരുന്നു. ക്രിസ്ത്യൻസ് ചോദിക്കുന്ന നമ്മുടെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ കൃഷ്ണൻ നാളെ എന്നോട് ആരാണ്ട് പറഞ്ഞതാണ്, ഏതൊരു ഫാദർ ചോദിച്ചു ഒരു കൊച്ചിനെ ഉത്തരം മുട്ടിക്കാൻ, നിങ്ങളുടെ കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ അവരെ എങ്ങനെ എപ്പോ പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഇത് പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് പറയാൻ പറ്റും. ഈ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ പല ഭഗവത്ഗീത പല സ്ഥലത്തും അറ്റാച്ച്മെന്റ് വേണ്ട, ഡിറ്റാച്ച്ഡ് ആവണം, ഇതൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിച്ചിട്ട് പറയുന്നതുകൊണ്ടാണ് പറ്റുന്ന അർത്ഥം. ബന്ധം, ബന്ധനം എന്നൊക്കെ പറയുന്നത് ബോണ്ടേജാണ്. അതുപോലും ട്രാൻസ്ലേഷനിൽ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് തെറ്റാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഈ പലപ്പോഴും നമുക്ക് പറ്റിയിട്ടുള്ള ഈ പ്രഭാഷണം നടക്കുന്നവരായാലും പോലും എന്റെയൊക്കെ ഒരു ഭാഗ്യം, ഞാൻ അധികം വായിച്ചിട്ടില്ല, ട്രാൻസ്ലേഷൻസ് തീരെ വായിച്ചിട്ടില്ല, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അധികം വായിച്ചിട്ടേ ഇല്ല, ഈ മോഡേൺ സാമികൾ എഴുതിയിട്ടുള്ള പല സംഭവങ്ങളും തൊടാറേ ഇല്ല. എൻ്റെത് ശരിക്ക് തിരുമേനിയുടെ നിന്ന് സംസ്കൃതത്തിൽ പഠിച്ചിട്ട്, സംസ്കൃതം വലിയ അറിവൊന്നുമില്ല, പക്ഷെ അദ്ദേഹം പഠിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അത് ഒറിജിനലാണ്. ആ ഒറിജിനൽ ആകുമ്പോൾ നമുക്ക് എന്ത് പറ്റും വെച്ചാൽ ഈ കൺഫ്യൂഷൻസ് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ളത്, അങ്ങനെ കിട്ടുന്ന നോളജ് നമുക്ക് ഇല്ലാത്തതും കുറേ പബ്ലിക്കായിട്ട് പറയുന്ന സംഭവങ്ങളൊക്കെ പഠിക്കുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മുടെ തെറ്റ്.
യഥാ യഥാ ഹിതർമ്മസ്യ എന്നൊക്കെ പറയുന്ന ഒരാൾക്ക് എന്താണ് ഇത്, ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയണമെന്ന് അറിയില്ല. കർമ്മം ചെയ്തോളൂ, അതിനകത്ത് യാതൊരു ഫലവും. ഇതൊക്കെ മണ്ടത്തരങ്ങളാണ്. അത് ആ കോണ്ടെക്സ്റ്റിൽ എന്താണ് നീ ഓടിയാ വീടുന്ന് ഞാൻ പറയുമ്പോ എനിക്കെന്ത് ഉറപ്പുണ്ട് നിങ്ങൾ ഓടിയാ വീഴും? അതൊരു ആലങ്കാരികമായിട്ട് പറയുന്ന വാക്കാണ്. എന്ന് വെച്ചതുകൊണ്ട് ഓടുന്ന ആളെല്ലാവരും വീഴും. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചസാര വേണം വീട്ടിൽ എന്ന് പറയുമ്പോൾ അതേ അമ്മ പറയില്ലേ ഓടിപ്പോയി പഞ്ചസാര മേടിച്ചിട്ട് പോണെന്ന് പറയില്ലേ? അപ്പൊ എന്ത് വീഴാത്തത് മോൻ ചോദിക്കും. അപ്പൊ കോണ്ടെക്സ്റ്റ് ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. ഇതറിയാതെ നമ്മൾ എന്ത് പഠിക്കാൻ പോയാൽ അത് മാത്തമാറ്റിക്സ്. ഞാൻ മാത്തമാറ്റിക്സ് ആണ് ബേസിക്കലി. ഫിസിക്സ് ആണ് എൻ്റെ സബ്ജക്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. നമ്മളൊക്കെ എല്ലാവരോടും പറയുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഡിഫൈൻ ചെയ്യാൻ അറിയാതെ നമ്മൾ എന്ത് പഠിച്ചാലും എന്ത് പഠിച്ചാലും. എൻ്റെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് വളരെ ക്ലിയർ ആണ്. ഞാൻ ലോ ചെയ്ത LLB. ഇപ്പൊ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് അറിയാതെ ഞാനൊരു കേസ് എടുക്കാൻ വരുന്ന ഒരാളോട് നിങ്ങൾ തെറ്റാ ചെയ്ത് പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറയാൻ പാടില്ല. എൻ്റെ പണി എൻ്റെ കർമ്മം ആ സമയത്ത് അതാ എന്ന് വെച്ച് ഞാൻ എല്ലാ രീതിക്കും കൂട്ടു നിൽക്കുന്ന ആളാന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ കളവ് പറയലാണ് എൻ്റെ പണി, ഞാൻ അഡ്വക്കേറ്റ് ആണ് എന്ന് വെച്ച് വീട്ടിൽ പോയി കളവ് പറയാൻ പറ്റും. എന്റെ ക്ലയന്റിന്റെ കളവ് ഞാൻ സ്ഥാപിച്ചെടുക്കാന്നാണ് എന്റെ പ്രൊഫഷണൽ എത്തിക്സ് ആണ്. ആ പ്രൊഫഷണൽ എത്തിക്സും പേഴ്സണൽ എത്തിക്സും ഡിഫറെന്റ് ആണ്. പേഴ്സണൽ എത്തിക്സും പിന്നെ ഗാർഹികമായിട്ടുള്ള എത്തിക്സും ഡിഫറെന്റ് ആണ്. അതും സോഷ്യൽ എത്തിക്സും ഡിഫറെന്റ് ആണ്. ഇതൊക്കെ കോൺഫ്ലിക്റ്റ് ആവുന്നത് നമുക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഒറ്റ 3 വാക്ക് ഞാൻ ആദ്യം പറഞ്ഞതാണ് എന്റെ എല്ലാം കാതൽ. ഇതൊക്കെ കൂടി സംക്ഷിപ്തമായിട്ട് പഠിച്ചിട്ടാണ് ഈ 3 കാതൽ പറയുന്നത്. റോൾ, ഗോൾ, വാല്യൂസ്. അത് ക്ലിയർ ആയാൽ ലൈഫ് ക്ലിയർ. ഗോളിന്റെ പുറകെ മാത്രം ഓടിയാൽ വാല്യൂ പോകും. ഇപ്പം മഹാത്മാഗാന്ധി നല്ല വ്യക്തിയാണ്. ഗാന്ധി മൈ ഫാദർ എന്നുള്ള സിനിമ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഇഷ്ടമായിരുന്നു. ഒരു സ്ഥലത്ത് വന്നാൽ മറ്റു സ്ഥലത്ത് മണിഭായി റോഡ് മുഴുവൻ തല്ലുകൊണ്ട് നടക്കുന്നത് കേട്ടിട്ടുണ്ട്. So, yeah, I'm waiting down. Somebody is. Number? ചേച്ചി നഷ്ടാവൂ അദ്ദേഹത്തിനെ കണ്ടില്ലേ? ഞാൻ എൻ്റെ തിരുമേനി ബ്രഹ്മശ്രീ KPC പട്ടണത്തിൽ പരിചയപ്പെടുന്നപ്പോഴാണ് ഗോപാലകൃഷ്ണൻ സാറ് എൻ്റെ ഹൈദരാബാദിൽ വന്ന് ഞാൻ ഒരു 4 ദിവസം ഹോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ തന്നെ അന്ന് കാർഡിലാണ്, പോസ്റ്റ് കാർഡിൽ ഗോപാലകൃഷ്ണൻ സാറ് ബ്രഹ്മശ്രീ KPC പട്ടണത്തിൽ പറഞ്ഞ് കത്തെഴുതാണ്. ഡോക്ടർ TPS എന്നൊരാൾ ഇരിങ്ങാലക്കുടയിലാണ്. വൈഫിൻ്റെ വീട്ടിലേക്ക് ജൂൺ 2-ാം തീയതി എത്തും. അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ നഷ്ടമാവില്ല. 2000 എന്നെ കുറിച്ച് ഗോപാലകൃഷ്ണൻ സാറ് KPC എന്ന ബ്രഹ്മശ്രീ ആയിട്ടുള്ള വലിയ പണ്ഡിതൻ എഴുതുന്ന ഒരു കത്താണ്. അതാണ് എൻ്റെ ഗുരുവിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്നെ തപ്പി എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വരും. അപ്പൊ എനിക്കാരെ KPC എന്ന് പറയും. KPSC എഴുതിയൊക്കെ ഞങ്ങൾ ഫോണും ഇല്ലാന്ന് എൻ്റെ വീട്ടിൽ. അടുത്ത വീട്ടിൽ അങ്ങനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ KPC ആണ്, ഞാൻ വരുന്നുണ്ട്, കാണാൻ പറ്റുമോ എന്ന് പറയണം ശശികുമാർ. അപ്പൊ അടുത്ത വീട്ടുകാർക്ക് അറിയാം ഞാൻ അവിടെ വന്നു. ഓ കണ്ടോളൂ. അത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അച്ഛനോട് പറഞ്ഞു, എന്താ അപരാധ ചെയ്ത്, എത്ര വലിയ മഹാമനുഷ്യനോട് വീട് വന്നു, അങ്ങോട്ട് പോയി കാണുന്നത്. അപ്പൊ ഞാൻ തിരിച്ച് ഫോൺ വിളിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഗുരു, അങ്ങനെയാണ് എൻ്റെ അടുത്ത് പരിചയപ്പെടുന്നത്. ബാക്കിയായിരുന്നു എന്നോട് തുടക്കം. പിന്നെ ഒരു ട്രിഗർ കൊടുത്തിട്ടുള്ള ഗോപാലകൃഷ്ണൻ സാറാണ്. പക്ഷെ അദ്ദേഹം ഫുൾ പൊളിറ്റിക്സും ഒക്കെ ആയിട്ടാണ് സാർ. ഞാൻ എന്നും ജയരാമനോട് പറയാൻ, ജയരാമ ഒന്ന് പറയൂ അദ്ദേഹത്തിനോട് ഈ പൊളിറ്റിക്സിൽ. മാത്രമല്ല അദ്ദേഹത്തിന് വ്യത്യസ്തമായിട്ടൊരു ചില സംഭവങ്ങളുണ്ട്. എന്നും അദ്ദേഹം അതിന് മറുപടി ഇടാൻ പോകുമായിരുന്നു. മഹാവഷളായിട്ട് വീഡിയോ ഇറക്കും. അതേ 2000-ലൊക്കെ മുമ്പ് വന്നു പോകേ. എന്റെ വീട്ടിൽ കുറെ താമസിച്ചു. തിരുവനന്തപുരത്ത് കാണുന്നത് ഞങ്ങൾ അടുത്ത ബന്ധമായിരുന്നു. കുറെ പൊളിറ്റിക്സും കുറെ അത്തരം പരിപാടികളൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ കണ്ടുമുട്ടു. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി ഡയറക്ടറൊക്കെ സമയത്ത് ക്ലാസ് എടുക്കാനൊക്കെ വിളിച്ചു. ഞാൻ സ്കൂളിനകത്ത് വെച്ച് വയ്ക്കുമായിരുന്നു. കൂടിയപ്പം നിർത്തിയത് അദ്ദേഹം ഒരുപാട് അമ്മക്കായപ്പോഴത്തേക്ക് ലാസ്റ്റ് ഞാൻ കണ്ടത് എനിക്ക് തോന്നുന്നു കാന്തിരി ബോയ്.
അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ രണ്ടുപേരുണ്ടാവും, ഒരു പ്രഭാകരൻ നായർ, ഒരു ഗോപാലേശ്വർ, ഈ ബുക്കുമായിട്ട്. അപ്പൊ പിന്നെ വീട്ടിലാരും ഇല്ലെന്ന് പറഞ്ഞ് ജയരാമൻ അവരെ എന്റെ കൂടെ നിർത്തും. ഇത് 2 ദിവസം ഉണ്ടാവും. എന്റെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എന്നെ കുറിച്ചൊക്കെ എഴുതി. പക്ഷെ അദ്ദേഹം ഒരുപാട് ചേഞ്ചസ് അദ്ദേഹത്തിന് കുറെ പേര് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഞാനും inquisitiveness ഞാനും ഉണ്ടാക്കാൻ. ഞാനും ട്രിഗർ ചെയ്യാനും Trigger ചെയ്യാൻ. പരിചയപ്പെടാനൊക്കെ സമ്മതിച്ചേ ഞാൻ തന്നെ എന്നെ ചെയ്തൊക്കെ ഇദ്ദേഹം തന്നെയാണ്. കുറേ ജയരാമൻ എനിക്ക് കൊണ്ട് തരുമായിരുന്നു കാസറ്റ്, ഞാനത് ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കും. ഞാൻ കാസറ്റ് ഒക്കെ കോപ്പി ചെയ്തിട്ട് ഹൈദരാബാദിലൊക്കെ എത്ര വിറ്റ് കാശ് വെച്ചിരിക്കുന്നത്. കണ്ടമാതിരി പൈസ ഞാൻ ചെലവാക്കി. പക്ഷെ അത് അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് അതെ, അറ്റ്ലീസ്റ്റ് കുറെ അല്ല ഒരു കുറെ കർമ്മ- ബുക്സുകളും അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്, കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട. ചേച്ചി സാരാശി വിസിറ്റർ ആ, ഈ അറിവ് വിഷയം.